السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والصلاة والسلام على محمد المصطفى وعلى آله وصحبه وبعد. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മസ്ജിദിൽ അല്ലാഹുവിൻ്റെ കലാമിൽ നിന്ന് ഏതാനും ചില ആയത്തുകൾ പഠിക്കുക എന്നതാണ് നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതിൻ്റെ ഉദ്ദേശം. ഖുർആൻ പഠിക്കുക എന്നുള്ളത് അതിൻ്റെ ആവശ്യകത പ്രത്യേകിച്ച് നമ്മളാരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഖുർആൻ പഠിക്കുന്നതിൻ്റെ ശ്രേഷ്ഠതയും മറ്റും. സൂറത്തു അൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, യുഅ്തിൽ ഹിക്മത മൻ യശാഉ വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിക്മത്ത് നൽകും. ആർക്കാണോ അല്ലാഹു ഹിക്മത്ത് നൽകിയത് അവർ ധാരാളം ഖൈർ നേടിയവരാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ഇബ്നു അബി ഹാതിം റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന അസറിൽ കാണാം, അല്ലാഹു ഇവിടെ ഹിക്മത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഖുർആനിലുള്ള അറിവാണ്, ഖുർആനിലുള്ള വിജ്ഞാനമാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് അല്ലാഹു ഖുർആനിലുള്ള ഇൽമ് നൽകിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ആ വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിച്ചിരിക്കുന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ തഫ്സീറിലൂടെ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളിവിടെ പഠിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് സൂറത്തുൻ നൂറിലെ ഏതാനും ആയത്തുകളാണ്, അല്ലെങ്കിൽ സൂറത്തുൻ നൂറിൽ നമ്മുടെ ജീവിതവുമായി നമുക്ക് ബന്ധപ്പെട്ട് വരുന്ന ഏതാനും അധ്യാപനങ്ങളാണ്. ആ സൂറത്ത് മൊത്തത്തിൽ ആദ്യം മുതൽ അവസാനം വരെ വായിച്ച് വിശദീകരിക്കാനുള്ള സമയം നമുക്കില്ല. നിങ്ങൾക്കറിയാം, വലിയ സൂറത്താണ് സൂറത്തുൻ നൂർ എന്നുള്ളത്. അതുകൊണ്ട് ഏതാനും ചില ആയാത്തുകൾ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വരുന്ന ചില വിഷയങ്ങൾ, അത് പഠിക്കലാണ് ബിഇദ്നില്ല ഇന്നത്തെ മജ്ലിസിന്റെ ഉദ്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സാലിഹായ ഒരു അമലായി ഈ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ മസ്ജിദിൽ ഖുർആൻ പഠിക്കാൻ ഈ രൂപത്തിൽ നമുക്ക് ഇരിക്കാൻ സാധിച്ചു എന്നുള്ളത് പ്രിയപ്പെട്ടവരെ വലിയ അനുഗ്രഹമാണ്. എത്രയോ ആളുകളെ നമുക്കറിയാം, നമ്മുടെ സമപ്രായക്കാരായ നമ്മുടെ കൂട്ടുകാരും മറ്റുമൊക്കെ ഭൗതികമായ കാര്യങ്ങളിൽ സമയം ചെലവഴിക്കുമ്പോൾ അല്ലാഹു ഖുർആൻ പഠിക്കാൻ അവൻ്റെ മസ്ജിദിൽ വന്നിരിക്കാൻ നമുക്ക് സൗഭാഗ്യം നൽകി എന്നത് വലിയ അനുഗ്രഹമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്. അല്ലാഹുവിൻ്റെ ഭവനത്തിൽ, അല്ലാഹുവിൻ്റെ മസ്ജിദിൽ ഒരു വിഭാഗം ആളുകൾ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ യത്ലൂന കിതാബ് അല്ലാഹ്, അല്ലാഹുവിൻ്റെ കിതാബ് പാരായണം ചെയ്യാൻ, ഖുർആൻ ഓതാൻ, വയതദാറസൂനഹു ബൈനഹും, അവർക്കിടയിൽ അല്ലാഹുവിൻ്റെ കലാമ് പഠിക്കാനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്കുകൾ ഞാൻ പലപ്പോഴും ദർസുകളിൽ സൂചിപ്പിച്ചതുപോലെ നമ്മോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് ചിന്തിക്കാം. അല്ലാഹുവിൻ്റെ മസ്ജിദിൽ നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഖുർആൻ പഠിക്കാനും ഖുർആൻ പാരായണം ചെയ്യാനും സമയം ചെലവഴിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇല്ലാ നസലത അലൈഹിമുസ് സകീന വഗശിയതുഹുമുർ റഹ്മ വഹഫത്ഹുമുൽ മലായിക വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദ. ഖുർആൻ പഠിക്കാൻ വേണ്ടി മസ്ജിദിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് 4 ശ്രേഷ്ഠതകൾ, 4 മഹത്വങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുകയാണ്. ഒന്നാമത്തേത് നുസൂലുസ് സകീന, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം നൽകും. അവരുടെ ഹൃദയത്തിന് റബ്ബ് സുബ്ഹാനഹു വ തആല തണുപ്പ് നൽകും. അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ, ഹൃദയത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി നൽകുകയും അവരുടെ ഹൃദയം സമാധാനമുള്ള ഹൃദയമാക്കി അല്ലാഹു മാറ്റുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അവർക്ക് സകീനത്ത് ലഭിക്കും. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഗശിയതുഹുമുർ റഹ്മ, അല്ലാഹുവിൻ്റെ കാരുണ്യം അവരെ വലയം ചെയ്യുന്നതാണ്. അല്ലാഹുവിൻ്റെ കാരുണ്യം അവർക്ക് ലഭിക്കും. നമുക്ക് നമ്മുടെ വീടുകളിലും നമ്മുടെ കച്ചവടങ്ങളിലും നമ്മുടെ മറ്റിടപാടുകളിലുമൊക്കെ പലപ്പോഴും റഹ്മത്ത് നഷ്ടപ്പെട്ടതായി പലരും പരാതികൾ പറയാറുണ്ട്. ജീവിതത്തിൽ ഒരു സന്തോഷമില്ല, ജീവിതത്തിൽ ദാമ്പത്യ ജീവിതമാകട്ടെ, മറ്റു ജീവിതത്തിൻ്റെ മേഖലകളാവട്ടെ, അതിലൊക്കെ പ്രയാസം പറയുന്ന ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ജീവിതത്തിൽ നമുക്ക് റഹ്മത്ത് ലഭിക്കാൻ നമുക്ക് കാരണമാകുന്ന ഒന്നാണ് ദീനിൻ്റെ ഖുർആൻ പഠിക്കുന്ന മജ്ലിസുകളിൽ വന്നിരിക്കുന്നത്. മൂന്നാമത്തെ നേട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഹഫത്ഹുമുൽ മലായിക, മലായികത്തുകൾ ഈ സദസ്സിനെ വലയം ചെയ്യുന്നതാണ്.
മലായിക്കത്തുകൾ ഇങ്ങനെയുള്ള സദസ്സുകളെ വലയം ചെയ്യും. അല്ലാഹു എങ്കിൽ നമുക്ക് സാക്ഷികളായി മലായിക്കത്തുകൾ ഉണ്ടാകും. വേറെ ചില റിവായത്തുകളിൽ വന്നതുപോലെ ഇങ്ങനെയുള്ള സദസ്സുകളിൽ മലക്കുകൾ വന്നിരുന്ന് ഒന്നിനു മുകളിൽ മറ്റൊരു മലക്ക് എന്ന രൂപത്തിൽ അല്ലാഹുവിലേക്ക് ഈ മലായിക്കത്തുകൾ അല്ലാഹുവിലേക്ക് മടങ്ങിച്ചെല്ലുകയും നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹുവിന്റെ അരികിൽ പറയുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകളിൽ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള മജാലിസുകൾ എന്ന് പറയുന്നത് നിസാരമല്ല. മലായിക്കത്തുകളുടെ സഹവാസമുണ്ടാകുന്ന, അവർ സന്നിഹിതരാകുന്ന മജ്ലിസുകളാണ് ഖുർആൻ പഠിക്കുന്ന മജാലിസുകൾ. നാലാമത്തെ നേട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദ. ഇങ്ങനെ മസ്ജിദിൽ ഇരിക്കുന്നവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അരികിലുള്ള മലായിക്കത്തുകളോട്, അൽ മലഉൽ അഅലയോട് അല്ലാഹു പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആരാണ് അൽ മലഉൽ അഅല എന്ന് പറഞ്ഞാൽ? ഹാഫിദ് അൽ മുൻദിരി അദ്ദേഹത്തിന്റെ തർഗീബ് വ തർഹീബിൽ പറഞ്ഞതായി കാണാം. അതുപോലെ അബുൽ അബ്ബാസ് അൽ ബൂസീരി ഇത്ഹാഫുൽ ഖിറയിൽ പറഞ്ഞതായി കാണാം, അൽ മലായികത്തുൽ മുഖറബൂൻ. അള്ളാഹുവുമായി അങ്ങേയറ്റം ബന്ധമുള്ള, റബ്ബിനോട് അടുപ്പമുള്ള മലായികത്തുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള മജാലിസുകൾ അതിന്റെ ബഹുമാനത്തോടെ ഇവിടെ സംസാരിക്കപ്പെടുന്ന വിഷയങ്ങൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കി ഈ 4 ശ്രേഷ്ഠതകൾ ഇത് മാത്രമാണ് ഒരു മുസ്ലിമിന് ഈ മജ്ലിസ് പിരിഞ്ഞു പോകുമ്പോൾ ലഭിച്ചതെങ്കിൽ അത് തന്നെ അവന് മതിയായതാണ്. ഈ 4 ശ്രേഷ്ഠതകൾ അള്ളാഹു നമ്മുടെ മനസ്സിന് സമാധാനം നൽകും, നമുക്ക് അള്ളാഹു കാരുണ്യം, അവന്റെ റഹ്മത്ത് നൽകും, അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ നമ്മെ വലയം ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള സദസ്സുകളിൽ പങ്കെടുത്തവരെ കുറിച്ച് അൽ മലഉൽ അഅലയിൽ അള്ളാഹുവിന്റെ അരികിൽ ഉന്നതരായ മലായിക്കത്തുകളോട് നമ്മെ കുറിച്ച് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വേറെയും അനേകം ശ്രേഷ്ഠതകൾ ഇൽമിന്റെ മജാലിസുകളിൽ ഇരിക്കുന്നവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തതായി നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള മജാലിസുകളിൽ ഇരിക്കുമ്പോൾ നാളെ റബ്ബിനെ കണ്ടുമുട്ടുന്ന ദിവസത്തിൽ നമുക്ക് സന്തോഷം നൽകുന്ന മജ്ലിസായി ബിഇദ്നില്ലാഹ് ഇത് മാറണം എന്ന സദുദ്ദേശത്തിൽ ഇരിക്കാനും ഈ പറയപ്പെടുന്ന വിഷയങ്ങൾ ഖുർആനും സുന്നത്തും പഠിക്കാനും നാം ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അമലിൽ കൊണ്ടുവരാനും നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിവിടെ പഠിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന സൂറത്തുൻ നൂറാണ്. സൂറത്തുൻ നൂർ. എന്തുകൊണ്ടാണ് സൂറത്തുൻ നൂർ എന്ന പേര് വന്നത്? നൂർ എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നാണ് അർത്ഥം. എന്തുകൊണ്ടാണ് സൂറത്തുൻ നൂർ എന്ന പേര് വന്നത്? ഫൈറൂസാബാദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ബസായിറു ദവി തമീസ് എന്ന കിതാബിൽ പറഞ്ഞതായി കാണാം, ആവർത്തിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശം എന്ന പദം ഈ സൂറത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അന്നൂർ എന്ന പേര് ഈ സൂറത്തിന് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ അല്ലെങ്കിൽ സഹാബത്തിന്റെ ചില ഹദീസുകൾ, സഹാബത്തിന്റെ സംസാരങ്ങളിൽ ഈ സൂറത്തിനെ കുറിച്ച് സൂറത്തുൻ നൂർ എന്ന പേര് അവർ വിളിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരിക്കൽ ലിആൻ നടന്നപ്പോൾ, അല്ലെങ്കിൽ തലാഉനിന്റെ വിധിയെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ, എന്താണ് ലിആൻ എന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമുക്ക് വരും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സഈദ് ഇബ്നു ജുബൈർ ഒരിക്കൽ ലിആനിന്റെ ഹുക്മ ചോദിച്ചപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവരുടെ വിഷയത്തിലാണ് സൂറത്തുൻ നൂറിലെ ആയാത്തുകൾ അല്ലാഹു അവതരിപ്പിച്ചത്. അവരുടെ വിഷയത്തിലാണ് സൂറത്തുൻ നൂറിലെ ആയാത്തുകൾ അല്ലാഹു അവതരിപ്പിച്ചത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. സഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് കാണാം. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു അബി ഔഫ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലും സൂറത്തുൻ നൂർ എന്ന പേര് ഈ സൂറത്തിന് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. പല സൂറത്തുകൾക്കും ഒന്നിലധികം പേരുകൾ ഉണ്ടാകാം. തഫ്സീറുകളിൽ നോക്കിയാൽ ധാരാളം പേരുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ സൂറത്തുൻ നൂറിന് ഈ ഒരു പേരല്ലാതെ മറ്റു പേരുകൾ പറയപ്പെട്ടിട്ടില്ല എന്ന് മുഫസ്സിരീങ്ങൾ അവരുടെ തഫ്സീറുകളിൽ പറഞ്ഞതായി നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സൂറത്തിന്റെ പേര് സൂറത്തുൻ നൂർ എന്നാണ്, പ്രകാശം എന്നാണ് അതിന്റെ അർത്ഥം. ഈ സൂറത്ത് മദനിയാണ്, മദനിയായ സൂറത്താണ് സൂറത്തുൻ നൂർ എന്നുള്ളത്. ആ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഫൈറൂസാബാദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ബസായിറു ദവി തമീസിൽ പറഞ്ഞു, അസ്സൂറത്തു മദനിയത്തുൻ ബിൽ ഇത്തിഫാഖ്. അസ്സൂറത്തു മദനിയത്തുൻ ബിൽ ഇത്തിഫാഖ്. ഈ സൂറത്ത് മദനിയാണ്. തുലാബുകൾക്ക് പ്രത്യേകിച്ച് ഉപകരിക്കുന്ന കാര്യമാണ്. ബസായിറു ദവി തമീസ് എന്ന് പറയുന്ന കിതാബ് വളരെ പ്രധാനപ്പെട്ട കിതാബാണ്. ഓരോരോ സൂറത്തുകളിലുമുള്ള ബസീറത്ത് എന്ന പേരിൽ
ഫൈറൂസാബാദി റഹിമഹുല്ല അതിൽ ഓരോരോ സൂറത്തുകളെ കുറിച്ച് പരാമർശിക്കുന്നത് കാണാം. ഒരു സൂറത്തിൽ എത്ര ആയത്തുകളാണ്, എത്ര അക്ഷരങ്ങളാണ്, ആ സൂറത്തിലുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന വിഷയം ചർച്ച ചെയ്യുന്ന കിതാബാണ് ബസായിറു ദവി തമീസ് എന്ന് പറയുന്ന കിതാബ്. തയ്യിബ്, മദനിയായ സൂറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? മദനിയായ സൂറത്തും മക്കിയായ സൂറത്തുകളും ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം? പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഹാഫിദ് സുയൂത്തി അൽ ഇത്ഖാനിൽ ഇതുകൊണ്ടുള്ള ഉദ്ദേശങ്ങൾ വിശദീകരിച്ചതായി കാണാം. ചുരുക്കത്തിൽ 3 അഭിപ്രായങ്ങളാണ് നിലനിൽക്കുന്നത്. പെട്ടെന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ, ഒന്നാമത്തേത് ഇവിടെ പറഞ്ഞതുപോലെ മദീനയിൽ അവതരിച്ചതിന് മദനി എന്ന് പറയും, മക്കയിൽ അവതരിച്ചതിന് മക്കി എന്ന് പറയും. ഇതാണ് ഒരു അഭിപ്രായം. പക്ഷെ അല്ലാഹു അലം ഈ ഒരു അഭിപ്രായം ശരിയല്ല. കാരണം മക്കയിൽ അവതരിച്ചിരിക്കുന്ന ചില സൂറത്തുകൾ മദനിയായിട്ടാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മക്കയിൽ അവതരിച്ചിരിക്കുന്ന ചില സൂറത്തുകൾ ഇന്ന് മദനിയായിട്ട് നമുക്ക് കാണാം. മദനിയായിട്ടാണ് പണ്ഡിതന്മാർ അതിനെ കൈകാര്യം ചെയ്യുന്നത്. രണ്ടാമതൊരു അഭിപ്രായം, മക്കക്കാരെ അഭിസംബോധനം ചെയ്തുകൊണ്ടുള്ള ആയാത്തുകൾ, യാ അയ്യുഹന്നാസ് പോലുള്ള ആയാത്തുകൾ ജനങ്ങളെ അഭിസംബോധനം ചെയ്തുകൊണ്ടുള്ള ആയാത്തുകളാണെങ്കിൽ അത് മക്കിയാണ്. അതല്ല, വിശ്വാസികളെ അഭിസംബോധനം ചെയ്തുകൊണ്ടുള്ള ആയാത്തുകളാണെങ്കിൽ അത് മദനിയാണ് എന്ന അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. അതിലും ചില പ്രശ്നങ്ങൾ വരും. അല്ലാഹു അലം ഏറ്റവും ശരിയായ അഭിപ്രായം ഇനി മൂന്നാമത് പറയാൻ പോകുന്നതാണ്. മക്കി എന്ന് പറഞ്ഞാൽ ഹിജറക്ക് മുമ്പ് അവതരിച്ചത്, മദനി എന്ന് പറഞ്ഞാൽ ഹിജറക്ക് ശേഷം അവതരിച്ചത്. മക്കി എന്ന് പറഞ്ഞാൽ ഹിജറക്ക് മുമ്പ് അവതരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ ചെയ്യുന്നതിന് മുമ്പ് അവതരിച്ചിരിക്കുന്ന സൂറത്തുകൾക്കാണ് മക്കിയായ സൂറത്തുകൾ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ ചെയ്ത ശേഷം അവതരിച്ചിരിക്കുന്ന സൂറത്തുകൾക്കാണ് മദനിയായ സൂറത്ത് എന്ന് പറയുന്നത്. ഇതാണ് അല്ലാഹു അലം ഏറ്റവും ശരിയായ അഭിപ്രായം. ഇതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഹിജറക്ക് ശേഷം മക്കയിൽ അവതരിച്ചിരിക്കുന്ന സൂറത്താണെങ്കിലും അതെന്താണ്? മദനിയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഹിജറക്ക് ശേഷം മക്കയിൽ അവതരിച്ചതാണെങ്കിൽ, ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ നിൽക്കുമ്പോഴാണ് അല്ലാഹു അൽയൗമ അക്മൽതു ലക്കും, ഇന്നേ ദിവസം നിങ്ങൾക്ക് ഞാൻ ദീന് പൂർത്തീകരിച്ചു തന്നിരിക്കുന്ന എന്ന ആയത്ത് അവതരിച്ചത് മക്കയിൽ വെച്ചാണ്. പക്ഷെ അത് മദനിയായ ആയത്താണ്, അത് മദനിയാണ്. അപ്പോൾ ഹിജ്റക്ക് മുമ്പ് അവതരിച്ചതാണ് മക്കി എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് ശേഷം അവതരിച്ചതിനാണ് മദനിയായ സൂറത്തുകൾ എന്ന് പറയുന്നത്. നിങ്ങൾ ഖുർആനിൽ നോക്കിയാൽ എല്ലാ സൂറത്തിന്റെ മുമ്പിലും അതിൽ നമുക്ക് കാണാം ഒന്നുകിൽ മദനിയാണ് അല്ലെങ്കിൽ മക്കിയാണ്. അതിന്റെ ഉദ്ദേശം ഹിജ്റക്ക് മുമ്പും ശേഷവും അവതരിച്ചു എന്നുള്ളതാണ്. ഖുർആനിൽ എത്ര സൂറത്തുകളാണ്? 114 സൂറത്തുകളാണ്. അതിൽ പണ്ഡിതന്മാർ ഏകോപിച്ച് ഇതൊക്കെ മദനിയായ സൂറത്താണെന്ന് പറഞ്ഞിരിക്കുന്നത് 20ഓളം സൂറത്തുകളാണ്. പണ്ഡിതന്മാർ ഏകോപിച്ച് ഈ സൂറത്തുകൾ മദനിയാണ്, ഹിജ്റക്ക് ശേഷമാണെന്ന് പറഞ്ഞത് 20 സൂറത്തുകളാണ്. അതുപോലെ പണ്ഡിതന്മാർ ഏകോപിച്ച് ഇന്ന് സൂറത്തുകൾ മക്കിയാണെന്ന് പറഞ്ഞത് 82ഓളം സൂറത്തുകളാണ്. 82ഓളം സൂറത്തുകളാണ്. ബാക്കിയുള്ള സൂറത്തുകളുടെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. തയ്യിബ്, എന്തിനാണ് നമ്മൾ മക്കിയായ സൂറത്തുകളും മദനിയായ സൂറത്തുകളും മനസ്സിലാക്കുന്നത്? എന്താണ് അതുകൊണ്ടുള്ള നേട്ടം? അതുകൊണ്ട് ധാരാളം ഉപകാരങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ശരീഅത്ത് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന നിയമങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിരിക്കുന്ന തർത്തീബ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. മക്ക സൂറത്തുകൾ നിങ്ങൾ നോക്കിയാൽ, അല്ലെങ്കിൽ ഹിജ്റക്ക് മുമ്പുള്ള സൂറത്തുകൾ നോക്കിയാൽ, അതിലെ പ്രധാന പരാമർശ വിഷയം എന്താണ്? തൗഹീദാണ്. ജനങ്ങളോട് തൗഹീദ് പറയുകയാണ്. അപ്പോൾ ആദ്യം ജനങ്ങളോട് പറയേണ്ടത് തൗഹീദാണ്. മദനിയായ സൂറത്തുകൾ നോക്കിയാൽ അതിലധികവുമായി നമുക്ക് സംസാരങ്ങൾ കാണാൻ സാധിക്കുക ഇസ്ലാമിന്റെ മറ്റു വിധിവിലക്കുകളാണ്. അതാണ് മദനിയായ സൂറത്തുകൾ കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപകാരമാണ് ഖുർആനിൽ 2 ആയത്തുകൾ തമ്മിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ബാഹ്യമായി നോക്കുമ്പോൾ നമുക്ക് തോന്നിയെന്ന് സങ്കല്പിക്കുക. കാരണം നിങ്ങൾക്കറിയാം, നസ്ഖ് സംഭവിക്കാറുണ്ട്. ചില ആയത്തുകൾ, ചില വിധികൾ അള്ളാഹു ആദ്യം പറയും, പിന്നീട് മറ്റൊരായത്ത് കൊണ്ട് ആ വിധിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റും. അങ്ങനെ ചില അഹ്കാമുകളുണ്ട്. ഇതെങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു മാർഗം? മക്കിയായ സൂറത്ത് അതിലൊരു കാര്യം വന്നു, മദനിയായ സൂറത്തിൽ അതിനെതിരായ ഒരു കാര്യം വന്നാൽ മദനിയായ സൂറത്തിനാണ് മുൻഗണന നൽകുക. കാരണം അതാണ് അവസാനം ഇറങ്ങിയത്. ഇങ്ങനെയുള്ള ചില ഉപകാരങ്ങൾ ഈ വിഷയങ്ങൾ പഠിച്ചാൽ നമുക്ക് ലഭിക്കുന്നതാണ്. തയ്യിബ്, ഈ സൂറത്തു നൂറിലെ പരാമർശ വിഷയങ്ങൾ എന്തൊക്കെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ ആരംഭിക്കുന്നത് തന്നെ
വ്യഭിചാരവുമായി ബന്ധപ്പെട്ടുള്ള ചില അഹ്കാമുകൾ പറഞ്ഞുകൊണ്ടാണ്, വ്യഭിചാരവുമായി ബന്ധപ്പെട്ടുള്ള ചില വിധിവിലക്കുകൾ പറഞ്ഞുകൊണ്ടാണ്. അതിനുശേഷം നല്ലവരായ ആളുകളെ വ്യഭിചാരാരോപണം നടത്തുന്നതിൻ്റെ ഗൗരവം, അതിനുള്ള ശിക്ഷ, അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെയുള്ള വ്യഭിചാരാരോപണം, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടക്കത്തിൽ പറഞ്ഞു. പിന്നീട് വീടുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വീടുകളിൽ അനുമതി ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മഹ്റമായ ആളുകളെ കുറിച്ച് ഏതാനും ചില വിശദീകരണങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഏതാനും ചില അഹ്കാമുകൾ വായിക്കുകയും അത് പഠിക്കുകയും ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നാഫിയായ ഇൽമു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സൂറത്ത് അല്ലാഹു ആരംഭിക്കുന്ന ഒന്നാമത്തെ ആയത്ത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ആയത്തുകളും നമ്മൾ പറയുകയില്ല, നമ്മുടെ വിഷയവുമായി ബന്ധമുള്ള ചില ആയത്തുകൾ. അല്ലാഹു തുടങ്ങുന്നത് തന്നെ സൂറത്തുൻ അൻസൽനാഹ വഫറദ്നാഹ വഅൻസൽനാ ഫീഹാ ആയാതിൻ ബയ്യിനാതിൻ ലഅല്ലകും തദക്കറൂൻ. അല്ലാഹു പറയുകയാണ്, ഇതൊരു സൂറത്താണ്. സൂറത്തുൻ, ഇതൊരു സൂറത്താണ്. സൂറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അനേകം ആയാത്തുകൾ ഉൾക്കൊള്ളുന്നതിനാണ് സൂറത്ത് എന്ന് പറയുക. ഒരു സൂറത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ കീഴിൽ ആയാത്തുകൾ ഉണ്ടാകും. അല്ലാഹു പറയുന്നു സൂറത്തുൻ അൻസൽനാഹ, ഈ സൂറത്ത്, നാം അവതരിപ്പിച്ചിരിക്കുന്ന ഈ സൂറത്ത് അല്ലാഹു അവതരിപ്പിച്ചിരിക്കുന്നു. വഫറദ്നാഹ, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കുമേൽ ചില കാര്യങ്ങൾ നിർബന്ധമാക്കുകയും ചെയ്തു. വഅൻസൽനാ ഫീഹാ ആയാതിൻ ബയ്യിനാതിൻ ലഅല്ലകും തദക്കറൂൻ, അതിൽ ചില വിധിവിലക്കുകൾ അല്ലാഹു നമ്മോട് പറഞ്ഞു തന്നിരിക്കുകയാണ്. ഈ സൂറത്തിൽ ചില വിധിവിലക്കുകളുണ്ട്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ, മഹ്റമുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ വീടുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ അല്ലാഹു പല കാര്യങ്ങളും ഈ സൂറത്തുകളിൽ പറഞ്ഞു തന്നു. അതിനെക്കുറിച്ച് അല്ലാഹു പറയുന്നു, ഇതൊക്കെ ഈ സൂറത്തിൽ അവതരിപ്പിച്ചു ലഅല്ലകും തദക്കറൂൻ. ഈ സൂറത്തിനെ പഠിക്കുന്ന ഒരു മുസ്ലിം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാധ്യത എന്താണ്? ലഅല്ലകും തദക്കറൂൻ. ഇതനുസരിച്ച് നിങ്ങൾ ചിന്തിക്കണം, ഇതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം, ഇതനുസരിച്ച് ഗുണപാഠം ഉൾക്കൊള്ളാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കണം. അതല്ലാതെ നമ്മളിവിടെ പഠിച്ചു പോയി അതിനുശേഷം ജീവിതവുമായി യാതൊരു ബന്ധവുമില്ലാത്ത രൂപത്തിൽ നമ്മൾ ജീവിക്കാനല്ല, മറിച്ച് ലഅല്ലകും തദക്കറൂൻ, ഇത് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. ഈ അഹ്കാമുകൾ പഠിച്ചു കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഗൗരവമായി ഇസ്ലാം കണ്ട വിഷയങ്ങളെ ഗൗരവമായി കാണാൻ നമുക്ക് സാധിക്കണം. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ ആയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ലാഹു അതിനുശേഷം ആരംഭിക്കുന്നത് വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, വ്യഭിചാരത്തിന്റെ ഗൗരവം നമ്മൾ പണ്ട് മുതലേ കേട്ടുവരുന്നു എന്നതിലുപരി നമ്മുടെ സമൂഹത്തിൽ നാം ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ വ്യഭിചാരം എത്രമാത്രം പടർന്നിരിക്കുകയാണ് എന്ന് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടും. സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടും. ചിലരൊക്കെ പറയും, ഇന്ന് വ്യഭിചരിക്കാത്ത ഒരാളെ ലഭിക്കുക, വ്യഭിചാരം എന്ന വാക്ക് പറയില്ലെങ്കിലും ചില ആളുകൾ പറയും, കന്യകയായ ഒരു പെണ്ണിനെ ലഭിക്കുക എന്ന് പറയുന്നത് ഒരാൾക്ക് കിട്ടുന്ന ഭാഗ്യമാണ് എന്നൊക്കെ ഇന്ന് ആളുകൾ സംസാരിക്കുമ്പോൾ വ്യഭിചാരം അത്രയും അധികം വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം, സ്കൂളുകളിലും അതുപോലെ തന്നെ കോളേജുകളിലും ഒക്കെ വ്യഭിചാരം വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം, ഇസ്ലാം എത്രമാത്രം കണിശമായി പറഞ്ഞിരിക്കുന്നതാണ് വ്യഭിചാരത്തിന്റെ വിധിവിലക്കുകൾ. വൻ പാപമായി ഇസ്ലാം പഠിപ്പിക്കുകയും വലാ തഖറബു സിന, നിങ്ങൾ വ്യഭിചാരത്തോട് അടുത്തു പോകരുത്, വ്യഭിചരിക്കരുത് എന്നല്ല, വ്യഭിചാരത്തോട് അടുത്തു പോകരുത് എന്ന അല്ലാഹുവിന്റെ നിർദ്ദേശമുണ്ടായിട്ടും ഇന്ന് മുസ്ലിമീങ്ങൾ തന്നെ എത്രയെത്ര ആളുകളെയാണ് ഇത്തരത്തിലുള്ള മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വ്യഭിചാരം, അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുകയും മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുകയും വേണം. ഗേൾ ഫ്രണ്ട്സുമായി നടക്കുന്ന ആളുകൾ, ബെസ്റ്റി എന്ന പേര് പറഞ്ഞ് പെൺകുട്ടികളെ ഒന്നിച്ചുകൊണ്ട് നടത്തുന്ന ആളുകൾ, എത്രയെത്ര വൃത്തികേടുകളാണ് ഓരോരോ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിലതൊക്കെ ഇല്ലാത്ത വാർത്തകളാണെങ്കിലും സംഭവിക്കുന്ന എത്രയെത്ര കാര്യങ്ങൾ, എത്രയെത്ര ഗുരുതരമായ വിഷയങ്ങൾ. അല്ലാഹു പറയുന്നു ഒന്നാമത്തെ ആയത്തിൽ വ്യഭിചാരത്തിന് ഇസ്ലാം നൽകുന്ന ശിക്ഷ എന്താണെന്ന് അല്ലാഹു പറയുന്നു, അസ്സാനിയതു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ 100 ജൽദ. അല്ലാഹു പറയുകയാണ്, അസ്സാനിയതു വസ്സാനി, വ്യഭിചരിക്കുന്ന ആണാവട്ടെ പെണ്ണാവട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച രീതിയിലല്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർ, അവർക്കുള്ള ശിക്ഷ എന്താണ്? അല്ലാഹു പറയുന്നു, ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ 100 ജൽദ, അവരെ 100 ചാട്ടവാർ അടിക്കണമെന്ന്, 100 ചാട്ടവാർ അടിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇതാരെ സംബന്ധിച്ചിടത്തോളമുള്ള വിധിയാണ്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കൂടി നാം ചേർത്ത് വായിച്ചാൽ, മുമ്പ് വിവാഹത്തിൽ ഏർപ്പെട്ടിട്ടില്ലാത്ത വ്യക്തികൾ, മുമ്പ് വിവാഹം ചെയ്തിട്ടില്ലാത്ത വ്യക്തികൾ, അത്തരക്കാരിൽ നിന്ന് വ്യഭിചാരം സംഭവിച്ചാൽ, മുമ്പ് വിവാഹം കഴിക്കാത്ത ഒരു കുട്ടി ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന, ഒരു കോളേജിൽ പഠിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു യുവാവിൽ നിന്ന്, ഒരു യുവതിയിൽ നിന്ന് വ്യഭിചാരം സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു പറയുന്നു, ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ, 100 ചാട്ടവാർ അടിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ചില ഹദീസുകളിൽ ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ചാട്ടവാർ അടിക്കുകയും അതിന്റെ കൂടെ 1 വർഷം അവരെ നാടുകടത്തുകയും വേണം. 1 വർഷം അവരെ നാടുകടത്തുകയും വേണം. ഇതാണ് വ്യഭിചരിക്കുന്നവർക്ക്, വിവാഹം ചെയ്തിട്ടില്ലാതെ വ്യഭിചരിക്കുന്നവർക്ക് ഇസ്ലാം നൽകുന്ന ശിക്ഷ എന്ന് പറയുന്നത്. അവരെ 100 തവണ ചാട്ടവാർ അടിക്കുക, 1 വർഷം അവരെ നാടുകടത്തുകയും ചെയ്യുക. ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറഞ്ഞതുപോലെ ജയിലുകളിൽ 1 വർഷം അടക്കുകയും ചെയ്യുക. ഇതാണ് കല്യാണം കഴിക്കാതെ വ്യഭിചരിച്ച ആളുകൾ, അത്തരക്കാർക്ക് ഇസ്ലാം നൽകുന്ന ശിക്ഷ. എന്നാൽ ഇന്ന് കല്യാണം കഴിച്ചവരിൽ ഈ രൂപത്തിൽ അവിഹിതങ്ങൾ എത്രയെത്ര സ്ഥലങ്ങളിലാണ് പറയപ്പെടുന്നത്, എത്രയെത്ര സ്ഥലങ്ങളിലാണ് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇസ്ലാം നൽകുന്ന ശിക്ഷ എന്താണ്? ഇസ്ലാം അവർക്ക് നൽകുന്ന ശിക്ഷ, ഉനൈസ് അൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരത്തിലുള്ള ഒരു കാര്യം, വ്യഭിചാരം പ്രവാചകന്റെ കാലഘട്ടത്തിൽ സംഭവിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, വഗ്ദു യാ ഉനൈസ് ഇല ഇംറഅതി ഹാദാ, ഉനൈസേ, ഇന്ന സ്ത്രീയെ നീ അരികിലേക്ക് പോവുക, ഇന്ന പെണ്ണിന്റെ അരികിലേക്ക് പോവുക. ഫഇൻ ഇഅ്തറഫത് ഫർജുംഹാ, അവൾ വ്യഭിചരിച്ചു എന്ന് സമ്മതിക്കുകയാണെങ്കിൽ അവളെ കല്ലെറിഞ്ഞ് നീ കൊല്ലുക എന്ന് ഉനൈസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. നോക്കൂ നിങ്ങൾ, വ്യഭിചാരത്തിന് ഇസ്ലാം നൽകുന്ന കഠിനമായ ശിക്ഷ. വിവാഹം ചെയ്തവരാണെങ്കിൽ അവരെ കല്ലെറിഞ്ഞ് കൊല്ലാൻ ഇസ്ലാമിന്റെ നിർദ്ദേശം. വിവാഹം കഴിയാത്തവരാണെങ്കിൽ അവർക്ക് 100 ചാട്ടവാർ അടിയും അതുപോലെ 1 വർഷം നാടുകടത്തുകയും വേണമെന്നാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം. ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഈ ഒരു തിന്മ, എത്രയെത്ര ആളുകളാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു തിന്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീൻ, അതിന്റെ വിധിവിലക്കുകൾ ജനങ്ങൾക്കിടയിലേക്ക് നമ്മൾ പ്രചരിപ്പിക്കുക, ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ വീട്ടിലുള്ളവർ, സ്കൂളുകളിൽ പഠിക്കുന്നവർ, കോളേജുകളിൽ പഠിക്കുന്നവർ, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കൾ, അവർക്കൊക്കെ ഈ ഒരു അധ്യാപനം പറഞ്ഞു കൊടുക്കുക. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഗേൾ ഫ്രണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ പലരും അവരെ പരിഹസിക്കുകയാണ്. വെർജിൻ ആണെന്ന് പറഞ്ഞാൽ ആളുകൾ പരിഹസിക്കുകയാണ്. കഴിവില്ലാത്തവനെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയാണ്. വ്യഭിചരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമൂഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അവസാന നാളിൽ വ്യഭിചാരം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ പരിചയങ്ങളിൽ, നമ്മുടെ മക്കളിൽ ഈ ആശയങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇസ്ലാം വളരെ ഗുരുതരമായി കണ്ടിരിക്കുന്ന പാപമാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 1-ാമത്തെ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത്, വ്യഭിചാരത്തെ നിങ്ങൾ സൂക്ഷിക്കുക. ശേഷം അല്ലാഹു പറഞ്ഞു, വലാ തഅഖുദുകും ബിഹിമാ റഅഫത്തുൻ ഫീ ദീനില്ലാഹ് ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടു നടക്കേണ്ട ഒരു തത്വമാണിത്, ഒരു അടിസ്ഥാനം. വലാ തഅഖുദുകും ബിഹിമാ റഅഫത്തുൻ ഫീ ദീനില്ലാഹ്. അല്ലാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ നിങ്ങളുടെ കാരുണ്യത്തെ നിങ്ങൾ കൊണ്ടു നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ ദീനിൽ വ്യഭിചരിച്ചവനെ ചാട്ടവാറടിക്കണം അല്ലെങ്കിൽ എറിഞ്ഞു കൊല്ലണം എന്ന് പറഞ്ഞാൽ അത് നടപ്പിലാക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കരുണ അതിന് തടസ്സമാകാൻ പാടില്ല. അള്ളാഹു ഒരു കാര്യം വിധിച്ചാൽ നിങ്ങളത് നടപ്പിലാക്കുക. അള്ളാഹു ഒരു കാര്യം പറഞ്ഞു തന്നാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് പാലിക്കുക. അതല്ലാതെ എങ്ങനെ ഇതൊക്കെ ചെയ്യുക, ഇതൊക്കെ കാരുണ്യത്തിനെതിരല്ലേ എന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ ഒരിക്കലും നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. അള്ളാഹു എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നിർബന്ധമാക്കിയിട്ടുണ്ടോ അതിൽ അള്ളാഹുവിന്റെ ഹിക്മത്തുണ്ട്, അള്ളാഹുവിന് അതിൽ യുക്തിയുണ്ട്. അവനാണ് നമ്മേക്കാൾ സൃഷ്ടികളോട് കരുണയുള്ളവൻ. ആ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്ന ഒരു തീരുമാനം അത് നടപ്പിലാക്കുന്നതിൽ പ്രിയപ്പെട്ടവരെ ഒരാളോട് നമ്മൾ അനുകമ്പ കാണിക്കേണ്ട ആവശ്യമില്ല. ഒന്നും കൂടി വ്യക്തമാകുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ ചില കുട്ടികൾ നിസ്കരിക്കാതെ ഉറങ്ങുമ്പോൾ ഉപ്പയോട് വിളിച്ചുണർത്തി പള്ളിയിലേക്ക് അയക്കാൻ പറഞ്ഞാൽ അവരെന്താ പറയാ, ഇന്നലെ രാത്രി വൈകിയാ കടന്നത്, ഒന്ന് ഉറങ്ങിക്കോട്ടെ. അത് പാടില്ല. വലാ തഅഖുദുകും ബിഹിമാ റഅഫത്തുൻ ഫീ ദീനില്ലാഹ്. അല്ലാഹുവിന്റെ ദീൻ നടപ്പിലാക്കുന്ന വിഷയത്തിൽ നിങ്ങളുടേതായ അനുകമ്പയുടെ ആവശ്യമില്ല, നിങ്ങളുടേതായ ഒരു റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ ആവശ്യമില്ല. അല്ലാഹു ഈ മതനിയമങ്ങൾ നിർബന്ധമാക്കിയ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് കരുണയുള്ളവനാണ്. അതുകൊണ്ട് ഒരു ഉമ്മയുടെ ഉത്തരവാദിത്തം എന്താണ്? മകൻ നിസ്കരിക്കാൻ പോകുന്നില്ലെങ്കിൽ അവനോട് പറയുക, നീ നിസ്കരിക്കാൻ മസ്ജിദിലേക്ക് പോകണം.
അതല്ലാതെ മോൻ ഉറങ്ങിക്കോട്ടെ, അവന് ക്ഷീണുണ്ട് എന്ന് പറയുകയല്ല വേണ്ടത്. അള്ളാഹുവിന്റെ തീരുമാനം നടപ്പിലാക്കുന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടേതായ എന്തെങ്കിലും അനുകമ്പ ഉണ്ടാകാൻ പാടില്ല. ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാകുമ്പോൾ ആ പെണ്ണിന് ഹിജാബ് ധരിച്ച് മുഖം മറച്ച് പുറത്തേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ചില മാതാപിതാക്കൾ പറയും, ചെറിയ പെണ്ണല്ലേ, അവൾക്ക് അതിന്റെ പ്രയാസം ഉണ്ടാവും, അല്ലെങ്കിൽ അവളുടെ കൂട്ടുകാരികളൊന്നും അത് ചെയ്യുന്നില്ല, അവൾ ഇപ്പോൾ അങ്ങനെ നടക്കട്ടെ എന്ന് പറയരുത്. വലാ തഅഖുദുകും ബിഹിമാ റഅഫത്തുൻ ഫീ ദീനില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ നടപ്പിലാക്കുന്ന വിഷയത്തിൽ നിങ്ങളുടേതായ ഒരു അനുകമ്പ നിങ്ങൾ കാണിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു ഹജ്ജ് നടപ്പിലാക്കാൻ പറഞ്ഞാൽ ഹജ്ജ് നടപ്പിലാക്കുക. ഇതൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയുടെ സംസാരം നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം, ഹിജാബ് നിരോധിക്കണം, മുഖം മറക്കുന്നത് നിരോധിക്കണം. കാരണം എന്താ? അടുത്തിരിക്കുന്ന സ്ത്രീ ആരാണെന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഹെൽമറ്റുകൾ നിരോധിക്കണം. കൊറോണ സമയത്ത് ഇവിടെ ആളുകൾ മാസ്ക് ഇട്ട് നടന്നു, ആളുകളുടെ മുഖം മനസ്സിലാകുന്നില്ല, അതിനൊന്നും ആളുകൾക്ക് പ്രശ്നമില്ല. ഇങ്ങനെയുള്ള പിശാചിന്റെ ഏജന്റുമാരുടെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ ഒരിക്കലും അതിന്റെ പിന്നാലെ നമ്മൾ പോകാൻ പാടില്ല. അള്ളാഹുവിന്റെ ദീൻ എന്താണോ പറഞ്ഞു തന്നത് അത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മക്കളിൽ അത് നടപ്പിലാക്കാൻ നമ്മൾ ശ്രമിക്കുക. വലാ തഅഖുദുകും ബിഹിമാ റഅഫത്തുൻ ഫീ ദീനില്ലാഹ്. ഈ ആയത്ത് നേർക്കുനേർ ഹജ്ജ് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടാണെങ്കിലും ദീനിന്റെ ഏത് വിഷയത്തിലാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നടപ്പിലാക്കിയിരിക്കുന്ന വിധിവിലക്കുകൾ അത് നാം പാലിക്കാൻ തയ്യാറാവുക. ഈ ഹജ്ജ് നടപ്പിലാക്കേണ്ടത് നമുക്കറിയാം, ഇസ്ലാമിക ഭരണകൂടങ്ങളിൽ മുസ്ലിം ഭരണാധികാരികളാണ്, അതല്ലാതെ വ്യക്തികൾ ഇത് കൈകാര്യം ചെയ്യാൻ പാടില്ല. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അതാണ് നിങ്ങൾ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നെങ്കിൽ ചെയ്യേണ്ടത്. ഹജ്ജ് നടപ്പിലാക്കാൻ അല്ലാഹു പറഞ്ഞു, നിങ്ങൾ നടപ്പിലാക്കുക. അതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. അതാണ് നിങ്ങൾ അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നെങ്കിൽ ചെയ്യേണ്ടത്. ശേഷം അല്ലാഹു പറഞ്ഞു, വൽയഷ്ഹദ അദാബഹുമാ ത്വായിഫത്തും മിനൽ മുഅ്മിനീൻ. അവർക്ക് മേൽ നടപ്പിലാക്കപ്പെടുന്ന ശിക്ഷ മുഅ്മിനീങ്ങളിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ കാണുകയും ചെയ്യട്ടെ. എന്ന് പറഞ്ഞാൽ പരസ്യമായി ആയിരിക്കണം ഈ ഹജ്ജ് നടപ്പിലാക്കേണ്ടത്. വ്യഭിചരിക്കുന്ന ആളുകളുടെ മേൽ ഹജ്ജ് നടപ്പിലാക്കേണ്ടത്, ശിക്ഷ നടപ്പിലാക്കേണ്ടത്, ചാട്ടവാറടിക്കുന്നതാണെങ്കിലും അവനെ കല്ലെറിഞ്ഞു കൊല്ലുന്നതാണെങ്കിലും ആളുകൾ കാണുകെ അത് ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്താണ് അതിന്റെ ഹിക്മത്ത്? അത് ആളുകൾ കാണുമ്പോൾ സ്വാഭാവികമായി ആളുകൾ ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കും. ആളുകൾ ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ, താനിത് ചെയ്താൽ തനിക്കും ഈ ശിക്ഷ ലഭിക്കും എന്നൊരു ഭയം അവരുടെ മനസ്സിൽ വരികയും അവൻ മാറി നിൽക്കുകയും ചെയ്യുമെന്ന് പണ്ഡിതന്മാർ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ ആയത്തുകളിൽ ഏറ്റവും പ്രധാനമായി അള്ളാഹു ഊന്നൽ നൽകി പറയുന്ന വിഷയം എന്താണ്? ലൈംഗിക വിശുദ്ധി, ചാരിത്ര ശുദ്ധി പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകണം. നമ്മുടെ മക്കൾക്ക് അത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. പ്രത്യേകിച്ച് ഈ കാലഘട്ടം വളരെ അത്ഭുതപ്പെടുത്തുന്ന വാർത്തകളാണ് ഓരോരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വാർത്തയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം, എയ്ഡ്സ് കേരളത്തിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മാരക രോഗങ്ങൾ, അതിന്റെ കാരണങ്ങളും അതിൽ പറഞ്ഞ പഠനങ്ങൾ നോക്കിയാൽ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ, ലൈംഗിക വിശുദ്ധി ആളുകൾ സൂക്ഷിക്കാതിരിക്കുമ്പോൾ അതിനെ തുടർന്ന് നാട്ടിലുണ്ടാകുന്ന ഫിത്നകൾ, പ്രശ്നങ്ങൾ, ഇതൊക്കെ സമൂഹത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ സിനയുടെ, വ്യഭിചരിക്കുന്നവർക്ക് ഇസ്ലാം നൽകുന്ന താക്കീത്, അതിന്റെ ഗൗരവം നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ വീട്ടുകാർക്ക്, നമ്മുടെ വീട്ടിലുള്ളവർക്ക് അതിന്റെ ഗൗരവം നമ്മൾ പറയും. അതിനുശേഷം അള്ളാഹു ഏകദേശം സൂറത്തു അന്നൂറിലെ 33-ാമത്തെ ആയത്ത് വരെയുള്ള വചനങ്ങളിൽ നമ്മുടെ ലൈംഗിക വിശുദ്ധി സൂക്ഷിക്കാനും നമ്മുടെ വീടുകളിൽ നാം ശ്രദ്ധിക്കേണ്ടതുമായ ചില കാര്യങ്ങൾ, സിനയിലേക്ക് നമ്മെ തടുക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല, സിനയിലേക്ക് ഒരു മനുഷ്യൻ അടുപ്പിക്കുന്ന പല കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചതായി കാണാം. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ പറഞ്ഞതുപോലെ അവർക്ക് മേൽ ഹജ്ജ് നടപ്പിലാക്കുക എന്നുള്ളതാണ്. അവരെ കൊന്നുകളയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലെങ്കിൽ അവരെ ചാട്ടവാറടിക്കാൻ അല്ലാഹു പറഞ്ഞു. രണ്ടാമത് എന്താണ്? അല്ലാഹു പറയുന്നു, അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയതൻ ഔ മുശ്രിക. സാനിയായ, വ്യഭിചരിച്ച, ലൈംഗിക വിശുദ്ധി കൊണ്ട് നടക്കാത്ത ഒരു പെണ്ണിനെ, ഒരാണിനെ വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നസീഹത്താണ്. നമ്മുടെ മക്കൾക്ക്, നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പെൺമക്കൾക്ക്, നമ്മുടെ ആൺകുട്ടികൾക്ക് വിവാഹാലോചന നടത്തുമ്പോൾ സാലിഹീങ്ങളായ, നല്ലവരായ ആളുകളെ തിരഞ്ഞെടുക്കാൻ നമ്മൾ ശ്രമിക്കുക. സിന ചെയ്യുന്ന, ഹറാമായ ബന്ധങ്ങൾ കൊണ്ട് സൂക്ഷിക്കുന്ന ഒരു പെണ്ണിനെ, ഒരാണിനെ നമ്മുടെ കുടുംബത്തിലേക്ക് നാം തിരഞ്ഞെടുക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ കർശനമായ താക്കീതാണ്. അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയതൻ ഔ മുശ്രിക. സിന ചെയ്യുന്നവർ അതുപോലെയുള്ളവരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതല്ലാതെ വ്യഭിചരിച്ച് നടക്കുന്നവർ സാലിഹായ, നല്ലവരായ ആളുകളുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടവരല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് നാം വരനെ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ പെണ്ണിനെ നാം
തിരഞ്ഞെടുക്കുമ്പോൾ സാലിഹീങ്ങളായ നല്ലവരായ ആളുകളെ തിരഞ്ഞെടുക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ചില മാതാപിതാക്കൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് എന്താണ്? അവർക്ക് വലിയ സമ്പാദ്യം വേണം, അവർക്ക് അത്തരത്തിലുള്ള ഭൗതികമായ സൗകര്യങ്ങൾ വേണം എന്നുള്ളതൊക്കെയാണ്. പക്ഷേ ദീന് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, ഇദാ ഖതബ ഇലൈക്കും മൻ തർളൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജു. നിങ്ങളുടെ അരികിലേക്ക് ഒരു വ്യക്തി സമീപിക്കുകയും നിങ്ങളുടെ മകളെ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ മകനെ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞാൽ അവന്റെ സ്വഭാവവും അവന്റെ ദീനും നിങ്ങൾക്ക് തൃപ്തികരമാണെങ്കിൽ അവന് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. ആമിർ ഇബ്നു ശറാഹീൽ അശ്ശഅബി റഹിമഹുല്ലാ, മഹാനായ താബിഈ പണ്ഡിതൻ പറഞ്ഞതായി കാണാം, മൻ സവ്വജ കരീമതഹു മിൻ ഫാസിഖിൻ ഫഖദ് ഖതഅ റഹിമഹ. ആരെങ്കിലും തന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്നത് മോശപ്പെട്ട ഒരു വ്യക്തിക്കാണെങ്കിൽ അവളുമായി അവൻ ബന്ധം വിച്ഛേദിച്ചതുപോലെയാണ് എന്ന് ശഅബി റഹിമഹുല്ലാ പറഞ്ഞതായി ഇബ്നു മഈനിന്റെ താരീഖിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. വ്യഭിചാരത്തിന്റെ ഗൗരവം നമ്മൾ പറഞ്ഞു കൊടുക്കുക, അതുപോലെ തന്നെ വ്യഭിചരിക്കുന്ന അല്ലെങ്കിൽ വൃത്തികെട്ട ഏർപ്പാടുകളുമായി നടക്കുന്ന ആളുകളെ നമ്മുടെ വീടുകളിലേക്ക് നാം അടുപ്പിക്കാതിരിക്കുക. നമ്മുടെ മക്കൾക്ക് വേണ്ടി അത്തരക്കാരെ നാം തെരഞ്ഞെടുക്കാതിരിക്കുക. ഈ വിഷയം ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. മൂന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്ന കാര്യം, والذين يرمون المحصنات ثم لم يأتوا بأربعة شهداء فاجلدوهم 80 جلدة ولا تقبلوا لهم شهادة أبدا وأولئك هم الفاسقون. ശരീഅത്തിൽ വളരെ പ്രാധാന്യം നൽകുന്ന ഒരു കാര്യമാണ് അഭിമാനം സംരക്ഷിക്കുക എന്ന് പറയുന്നത്. അഭിമാനം സംരക്ഷിക്കണം. നമ്മുടേതാണെങ്കിലും നമ്മുടെ അയൽപക്ക വീടുകളിലൂടെ ആണെങ്കിലും നമ്മുടെ മറ്റ് കുടുംബക്കാരുടേതാണെങ്കിലും അഭിമാനങ്ങൾ സംരക്ഷിക്കുക. അഭിമാനം എപ്പോഴും സംരക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു പറയുന്നു, വല്ലദീന യർമൂനൽ മുഹ്സനാത്ത്, നല്ലവരായ ആളുകൾക്കെതിരിൽ ആരോപണം ഉന്നയിക്കുന്നവർ. വളരെ ഗൗരവത്തിൽ നാം ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ ചെയ്യുന്നുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നു എന്ന് നമ്മൾ നോക്കുക. നല്ലവരായ ആളുകളെ കുറിച്ച് വ്യഭിചാരാരോപണം നടത്തുന്നവർ, ഒരു പക്ഷേ നമ്മൾ വാട്സപ്പിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് നമുക്ക് ആരെങ്കിലും അയക്കാൻ, ഇന്ന വീട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഇന്ന വ്യക്തിക്ക് ഇന്ന പെണ്ണുമായിട്ടൊരു ബന്ധമുണ്ട്, അല്ലെങ്കിൽ അവൾ ഇന്ന പെണ്ണുമായിട്ടൊരു മോശപ്പെട്ട കാര്യം ചെയ്തു, ഇങ്ങനെ ഒരുവൻ നിന്റെ അരികിൽ വന്ന് പറഞ്ഞാൽ അത് നീ കൊണ്ടു നടക്കുകയല്ല വേണ്ടത്. അവരത് പറയാനും പാടില്ല വ്യക്തമായ തെളിവുകളില്ലാതെ. എന്താണ് തെളിവ്? അള്ളാഹു പറയുന്നു, ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിക്ക് മേൽ വ്യഭിചാരാരോപണം നടത്തണമെങ്കിൽ 4 സാക്ഷികൾ വേണം. 4 സാക്ഷികൾ എന്ന് പറഞ്ഞാൽ വ്യഭിചരിക്കുന്ന സാഹചര്യത്തിൽ അവരെ കണ്ട 4 ആളുകൾ സാക്ഷികളായി വേണം. അതല്ലാതെ എവിടെയെങ്കിലും 4 ആളുകളെ കൊണ്ടുവന്നിട്ട് ഇവർ കണ്ടു എന്ന് പറഞ്ഞാൽ പോരാ. വ്യഭിചരിക്കുന്ന സാഹചര്യത്തിൽ അവരെ കണ്ടിരിക്കുന്ന 4 ആളുകൾ സാക്ഷിയായി കൊണ്ടുവന്നാൽ മാത്രമാണ് ശർഇന്റെ കാഴ്ചപ്പാടിൽ ഒരു വ്യക്തിയെ വ്യഭിചാരി ആണ് എന്ന് ആരോപിക്കാൻ പറ്റുകയുള്ളൂ. അതല്ലാതെ ആരോപിക്കുന്ന ആളുകൾ അവർക്കുള്ള ശിക്ഷാവിധി എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ വ്യാപകമായിരിക്കുന്ന ഈ ഒരു കാലം, ഏതെങ്കിലും ഒരു സഹോദരനെ കുറിച്ച് അവൻ ഇന്ന പെണ്ണുമായിട്ട് ബന്ധമുണ്ട് എന്നാരെങ്കിലും നമ്മോട് പറഞ്ഞാൽ അത് രണ്ടാമതൊരു വ്യക്തിയോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശിക്ഷ എന്താണ്? ശർഇന്റെ ഭരണകൂടമാണെങ്കിൽ അള്ളാഹു 3 കാര്യങ്ങൾ പറയുന്നു. ഫജ്ലിദൂഹും 80 ജൽദ, 80 ചാട്ടവാറടി അവന്റെ മേൽ വിധിക്കപ്പെടും. 80 തവണ അവനെ ചാട്ടവാറടിക്കും. വിഷയം വളരെ ഗൗരവമുള്ളതാണ്. നമുക്കാരെങ്കിലും ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്തു, ഇന്നയാൾക്ക് ഇന്ന പെണ്ണുമായിട്ട് ഒരു ബന്ധമുണ്ട്, നമുക്കതറിയില്ല, നമുക്കൊരു ഉറപ്പുമില്ല, നമുക്കൊരു പക്ഷേ ആ വ്യക്തിയോട് വ്യക്തിപരമായി ദേഷ്യമുണ്ടായേക്കാം, എന്തെങ്കിലും ഒരു വെറുപ്പ് അദ്ദേഹത്തോടുണ്ടായേക്കാം. ഈ സമയത്തായിരിക്കും ഈ മെസ്സേജ് നമുക്ക് ലഭിക്കുന്നത്. മറ്റൊരാൾക്ക് നമ്മൾ ഫോർവേഡ് ചെയ്ത് കൊടുത്താൽ ഫജ്ലിദൂഹും 80 ജൽദ, അവനെ 80 തവണ ചാട്ടവാറടിക്കണം. അള്ളാഹു പറയുന്നു, രണ്ടാമത്തെ ശിക്ഷ എന്താണ്? വലാ തഖ്ബലു ലഹും ഷഹാദതൻ അബദ, ഒരു കാലത്തും അവന്റെ സാക്ഷ്യം സ്വീകരിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഇടപാടുകളൊക്കെ നടക്കുമ്പോൾ സാക്ഷിയായി അവനെ കൊണ്ടുവന്നാൽ അവന്റെ സാക്ഷ്യം തള്ളപ്പെടും. അവൻ സമൂഹത്തിൽ വിലയില്ലാത്തവനായി ജീവിക്കേണ്ടവനാണ്, സമൂഹത്തിൽ വിലയില്ലാത്തവരായിരിക്കും. മൂന്നാമതായി അള്ളാഹു പറയുന്നു, വൗലായിക ഹുമുൽ ഫാസിഖൂൻ, അത്തരക്കാർ അള്ളാഹുവിങ്കൽ ഫാസിഖീങ്ങളാണ്, ദുർമാർഗികളാണ്, അള്ളാഹുവിന്റെ താഅത്തിൽ നിന്ന് പുറത്തുപോയവരാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ഇത് വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ വീടുകളിലും മറ്റുമൊക്കെ നാം മറ്റുള്ളവരുടെ അഭിമാനം സൂക്ഷിക്കാൻ എപ്പോഴും നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. എന്തെങ്കിലും വൈരാഗ്യത്തിന്റെ പേരിൽ, പ്രത്യേകിച്ച് ഇന്ന് ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരാളെ കൊടുക്കാനുള്ള മാർഗം എന്താണ്? ഏതെങ്കിലും പെണ്ണുമായി ഒരു ബന്ധം ആരോപിക്കുക.
ഏതെങ്കിലും ഒരു സ്ത്രീയുമായി അവനൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ആളുകളെ മോശപ്പെടുത്തുക, കുറ്റപ്പെടുത്തുക, ഇത് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുക നമുക്ക് കാണാം. പത്രമാധ്യമങ്ങളിൽ, രാഷ്ട്രീയക്കാർക്കിടയിൽ എത്രയോ നമ്മളിത് കാണുന്നു. പക്ഷേ ശർഈന്റെ കാഴ്ചപ്പാടനുസരിച്ച് ഒരു വ്യക്തിക്ക് നേരെ ആരെങ്കിലും വ്യഭിചാരാരോപണം നടത്തിയാൽ സുമ്മലം യഅ്തു ബിഅർബഅതി ശുഹദാ, 4 സാക്ഷികളെ അവന് കൊണ്ടുവരാൻ സാധിച്ചില്ല എങ്കിൽ ഈ 3 കാര്യങ്ങൾ അവന്റെ മേൽ നടപ്പിലാക്കപ്പെടും. അവനെ 80 ചാട്ടവാറടിക്കും, അവന്റെ സാക്ഷ്യം ഒരു കാലത്തും സ്വീകരിക്കുകയില്ല, അതുപോലെ തന്നെ അവൻ അല്ലാഹുവിങ്കൽ ഫാസിഖാണ്, ദുർമാർഗിയായിട്ടാണ് അവന്റെ സ്ഥാനമുണ്ടാവുക. അതുകൊണ്ട് ഈ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയകളിൽ നമുക്കിങ്ങനെ ചില സംസാരങ്ങളൊക്കെ വരും. ഇന്നയാൾക്ക് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് തോന്നുന്നു, ഇപ്പൊ നമ്മൾ മറ്റൊരാളോട് പറയണം അയാൾക്ക് എന്തോ ഒരു ബന്ധമുണ്ട്, ആ പെണ്ണിന് വേറെ ഏതോ ഒരു ചെക്കനായിട്ട് എന്തോ ഒരു കളിയുണ്ട് എന്ന രൂപത്തിലൊക്കെ മോശപ്പെട്ട സംസാരങ്ങൾ ആളുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കണം. ശർഈന്റെ കാഴ്ചപ്പാടിൽ അവർക്കുള്ള ശിക്ഷയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവർക്കെതിരിൽ ആരോപണം ഉന്നയിക്കുന്നത് നിസാരമായ ഒരു കാര്യമല്ല. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഈ പറഞ്ഞ വിഷയം മറ്റുള്ളവരെ കുറിച്ച് ആരോപണം ഉന്നയിക്കുന്നതാണ്. ആർക്കെതിരാണെങ്കിലും, നമ്മുടെ സഹോദരനാകട്ടെ സഹോദരിയാകട്ടെ ഏതൊരു മുസ്ലിമിനെ കുറിച്ചും ഈ രൂപത്തിൽ ആരോപണം ഉന്നയിക്കുന്നത്, ചില പണ്ഡിതന്മാർ കാഫിരീങ്ങളെ കുറിച്ച് വരെ ആരോപണം ഉന്നയിക്കുന്നത് വളരെ ശക്തമായ പാപമാണെന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, പൊതുവായി ജനങ്ങൾക്കിടയിൽ ഈ വിധി പറഞ്ഞ ശേഷം ഇത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലാണെങ്കിലും, ഒരു ഭാര്യ ഭർത്താവിനെതിരിൽ അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഭാര്യക്കെതിരിൽ ആരോപണം ഉന്നയിക്കുന്നു, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെതിരിൽ ആരോപണം ഉന്നയിക്കുന്നു, അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? അല്ലാഹു പറയുന്നു, വല്ലദീന യർമൂന അസ്വാജഹും, ഭാര്യമാർക്കെതിരിൽ ആരോപണം ഉന്നയിക്കുന്നവർ, വലം യകുൽ ലഹും ശുഹദാഉ ഇല്ലാ അൻഫുസുഹും, ശരിക്കും അവർ ചെയ്യേണ്ടത് എന്തായിരുന്നു? അവർ 4 സാക്ഷികളെ കൊണ്ടുവരണം, അതാണ് പൊതുവായ നിയമം. പക്ഷേ അങ്ങനെ അവർക്ക് സാക്ഷികളെ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല, സാക്ഷികളെ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അല്ലാഹു പറയുന്നു, വലം യകുൽ ലഹും ശുഹദാഉ ഇല്ലാ അൻഫുസുഹും ഫശഹാദതു അഹദിഹിം 4 ശഹാദാതിൻ ബില്ലാഹ് ഇന്നഹു ലമിനസ് സാദിഖീൻ. ഈ ആയത്തിന്റെ പശ്ചാത്തലം എന്താണെന്നാൽ, ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, എൻ്റെ ഭാര്യയ്ക്ക് ഇന്ന വ്യക്തിയുമായി മോശമായൊരു ബന്ധമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിലാലിനോട് പറഞ്ഞു, അൽ ബയ്യിന ഔ ഹദ്ദുൻ ഫീ ളഹ്രിക്, ഒന്നുകിൽ താങ്കൾ സാക്ഷികളെ കൊണ്ടുവരണം, തെളിവ് ഹാജരാക്കണം. 4 സാക്ഷികൾ, താങ്കൾ എന്ത് ആരോപണമാണോ പറഞ്ഞിരിക്കുന്നത് ആ ആരോപണത്തിന് താങ്കൾ 4 സാക്ഷികളെ കൊണ്ടുവരണം, അതല്ലെങ്കിൽ താങ്കളുടെ മേൽ ഹജ്ജ് നടപ്പിലാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇദാ റഅ അഹദുന അല ഇംറഅതിഹി റജുലൻ യൻതലിഖു യൽതമിസുൽ ബയ്യിന, നമ്മൾ ആരെങ്കിലും വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ ഭാര്യയുടെ അരികിൽ മോശപ്പെട്ട ഒരു ഇടപാടുമായി ഒരു പുരുഷനെ നാം കണ്ടാൽ അവിടെ ചെന്ന് നാം 4 സാക്ഷികളെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണോ വേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അദ്ദേഹത്തോട് പറഞ്ഞു, അൽ ബയ്യിന ഔ ഹദ്ദുൻ ഫീ ളഹ്രിക്, ഒന്നുകിൽ തെളിവ് ഹാജരാക്കുക, അതല്ലെങ്കിൽ ആ സ്ത്രീക്കെതിരിൽ ആരോപണം പറഞ്ഞതിന്റെ പേരിൽ 80 ചാട്ടവാറടി താങ്കളുടെ മേൽ നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. ഈ സമയം മഹാനായ ഹിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, വല്ലദീ ബഅസക ബിൽ ഹഖ് ഇന്നി ലസാദിഖ്, പ്രവാചകരെ, അല്ലാഹു ആണ് സത്യം, ഞാൻ പറഞ്ഞത് സത്യമാണ്. എന്റെ ഭാര്യയെ ഇങ്ങനെ ഒരു പുരുഷനുമായി ഞാൻ കണ്ടു എന്ന് പറഞ്ഞത് സത്യമാണ്. ഫലയുൻസിലന്നല്ലാഹു മാ യുബർരിഉ ളഹ്രി മിനൽ ഹജ്ജ്, അതുകൊണ്ട് എന്റെ നിരപരാധിത്വം തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കും, അല്ലെങ്കിൽ അത് അല്ലാഹു എന്റെ നിരപരാധിത്വം തെളിയിക്കുമെന്ന് ഹിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഈ സമയമാണ് അല്ലാഹു ആയത്ത് ഇറക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലാണെങ്കിൽ അവർക്ക് ഹുക്മുൽ ലിആനാണ്. എന്താണ് ലിആൻ എന്ന് പറഞ്ഞാൽ? പൊതുവിൽ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക, പൊതുവിൽ ഒരാൾക്കെതിരിൽ ആരോപണം ഉന്നയിച്ചാൽ, അവൻ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞ ആരോപണം ഉന്നയിച്ചാൽ അവരെ ചാട്ടവാറടിക്കും, സാക്ഷികളെ കൊണ്ടുവരാൻ സാധിക്കുന്നില്ലെങ്കിൽ. എന്നാൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലാണെങ്കിൽ ശർഈന്റെ കാഴ്ചപ്പാട് അവിടെ ലിആനാണ്. ലിആൻ എന്ന് പറഞ്ഞാൽ ഈ ഭർത്താവ് വന്ന് ഭാര്യക്കെതിരിൽ അവൾ വ്യഭിചരിക്കുന്നതായി ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ ശർഅ് അവനോട് 4 തവണ സത്യം ചെയ്യാൻ പറയും, അല്ലാഹുവിന്റെ പേരിൽ സത്യം ചെയ്യാൻ പറയും. 5ാമത്തെ തവണ അവൻ പറയും, ഞാൻ ഈ പറയുന്നത് കള്ളമാണെങ്കിൽ അല്ലാഹുവിന്റെ ലഅനത്ത് എന്റെ മേൽ ഉണ്ടാകട്ടെ എന്ന് പറയും. ഞാൻ ഈ പറയുന്നത് കള്ളമാണെങ്കിൽ അല്ലാഹുവിന്റെ ലഅനത്ത് എന്റെ മേൽ ഉണ്ടാകട്ടെ എന്ന് ഭർത്താവ് പറയും. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ 4 സത്യവും 5ാമത്തെ തവണ അവനെതിരിൽ ദുആവും ചെയ്തു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് മേൽ ഹജ്ജ് നടപ്പിലാക്കപ്പെടും.
ഭാര്യയ്ക്ക് മേൽ അവരെ എറിഞ്ഞു കൊല്ലാൻ, റജ്മ് ചെയ്യാൻ ഇസ്ലാം വിധിക്കും. ഭാര്യയ്ക്ക് എപ്പോഴാണ് ശിക്ഷ ഒഴിവാവുക? ഭാര്യ പറയുകയാണ്, ഞാനും 4 തവണ സത്യം ചെയ്യുകയാണ്, എൻ്റെ ഭർത്താവ് പറഞ്ഞിരിക്കുന്നത് കള്ളമാണ്. 5ാമത്തെ തവണ ഭാര്യ പറയുകയാണ്, ഞാൻ ഈ പറഞ്ഞത് കള്ളമാണെങ്കിൽ എനിക്ക് മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ലഅനത്ത് ഉണ്ടാകട്ടെ എന്ന് അവരുടെ മേൽ തന്നെ ശാപപ്രാർത്ഥന നടത്തും. ഇങ്ങനെ പരസ്പരം രണ്ടുപേരും ശാപപ്രാർത്ഥന അവർക്ക് മേൽ നടത്തുന്നതിനാണ് ലിആൻ എന്ന് പറയുന്നത്. ഇപ്പം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലാണെങ്കിൽ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടതെങ്കിൽ അവർക്ക് മേൽ പെട്ടെന്ന് ഹദ്ദുൽ ഖദ്ഫല്ല നടപ്പിലാക്കുക, മറിച്ച് അവർ പരസ്പരം ഈ രൂപത്തിൽ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ സത്യം ചെയ്യാൻ അവരോട് ആവശ്യപ്പെടും. പിന്നീട് അവർക്കുള്ള ശിക്ഷ നീങ്ങുകയും ചെയ്യും. ഇതാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലാണെങ്കിൽ സംഭവിക്കുക. മനസ്സിലായോ? ചെയ്യും. അടുത്തതായി ഈ കാര്യങ്ങളൊക്കെ അള്ളാഹു പറഞ്ഞതിന് ഉദ്ദേശം എന്താണ്? ആരെയും വ്യഭിചാര ആരോപണം നടത്താൻ പാടില്ല. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലാണെങ്കിൽ പോലും വിഷയം വളരെ ഗൗരവമുള്ളതാണ്. ഒരിക്കലും ഇന്ന് ഇതൊക്കെ വ്യാപകമായി പലയിടത്തും നടക്കുന്നു. ഇപ്പൊ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു വിഷയത്തിൽ മസ്ലഹത്തിന് വേണ്ടി സംസാരിച്ചപ്പോൾ അവിടെ ഭാര്യ പറഞ്ഞ പരാതി, ഭർത്താവ് ദേഷ്യം വരുമ്പോൾ എന്നെ മറ്റുള്ളവരുമായി ബന്ധമുള്ളവർ എന്ന അർത്ഥത്തിൽ എന്നെ ചീത്ത വിളിക്കുമെന്ന് ഭാര്യ പരാതി പറയുന്നത് ഒരു മസ്ലഹത്തിന്റെ വിഷയത്തിൽ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞൊരു വിഷയമാണ്, ഭർത്താവിന് ദേഷ്യം വരുമ്പോൾ ഭർത്താവ് ഭാര്യയോട് പറയുന്നത് നിങ്ങൾക്ക് വേറെ ബന്ധമുണ്ട്. സംശയരോഗവുമായി നടക്കുന്ന ആളുകൾ ഒരു തെളിവുമില്ലാതെ ശർഇന്റെ കാഴ്ചപ്പാടിൽ അവർക്ക് മേൽ അടിസ്ഥാനമായി ഹജ്ജ് നടപ്പിലാക്കപ്പെടും, ഈ പറഞ്ഞ ഹജ്ജുൽ ഖദ്ഫ് നടപ്പിലാക്കപ്പെടും. അതല്ലെങ്കിൽ അവർ ഈ പറഞ്ഞതുപോലെ സത്യം ചെയ്ത് അവർ ഇങ്ങനെ കണ്ടിട്ടുണ്ട് എന്നവർക്ക് സാക്ഷ്യം പറയാൻ സാധിക്കണം. അവർക്ക് മേൽ ശാപപ്രാർത്ഥന നടത്താൻ അവർക്ക് തന്നെ സാധിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിഷയം വളരെ ഗൗരവമുള്ളതാണ്. അതുപോലെ തന്നെ ലൈംഗിക വിശുദ്ധി സൂക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമാണ്, നമ്മളെപ്പോഴും മറ്റുള്ളവരെ കുറിച്ച്, നമ്മുടെ വീട്ടുകാരെ കുറിച്ചും മറ്റു വീട്ടുകാരെ കുറിച്ചും നല്ലത് വിചാരിക്കുക. ചിലരുടെ ധാരണയിൽ അവരുടെ വീട്ടുകാർ അത്യാവശ്യം തിരക്കേടില്ല, നല്ലവരാണ്. പക്ഷെ അയൽവാസികൾ അവരെ കുറിച്ച് മോശം പറഞ്ഞടക്കുക. കുടുംബത്തിൽ എന്തെങ്കിലും ഒരു ഇടപാട് നമുക്ക് അവരുമായി പ്രശ്നം ഉണ്ടാകും, വഴി തർക്കമുണ്ടാകാം, സാമ്പത്തിക ഇടപാടിന്റെ തർക്കം ഉണ്ടാകാം. അത് കാരണത്താൽ അവരെ കുറിച്ച് മോശം പറഞ്ഞു നടക്കുന്ന ആളുകൾ, ഇത് വളരെ മോശപ്പെട്ട കാര്യമാണ്. നമ്മുടെ കുടുംബത്തിന്റെ കാര്യങ്ങൾ നമ്മൾ പുറത്തു പറയാൻ പാടില്ല. കുടുംബത്തിനൊരു പ്രൈവസി ഉണ്ടാകണം. അതുപോലെ മറ്റുള്ളവരുടെ കുടുംബത്തിലും ആ പ്രൈവസി ഉണ്ടാകാൻ നമ്മൾ സഹായിക്കണം. അവരുടെ കുടുംബത്തിന്റെ കാര്യം നമ്മൾ മറ്റുള്ളവരോട് പറയാൻ പാടില്ല, ഏത് രൂപത്തിലാണെങ്കിലും. ഒരു വ്യക്തിയോട് ഒരാൾ വന്നിട്ട് പറയാണ്, എൻ്റെ കുടുംബത്തിൽ ഇന്ന വിഷയമുണ്ട്. ആ വ്യക്തി മൂന്നാമതൊരാളോട് പോയി പറയാണ്, ഇത് കേട്ട വ്യക്തി മറ്റൊരാളോട് പറയാണ്, അയാളുടെ കുടുംബത്തിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ആരോടും പറയാൻ പാടില്ല. അത് ഇസ്ലാം വളരെ കർശനമായി വിലക്കിയതാണ്. കുടുംബങ്ങൾക്കിടയിലുള്ള ബന്ധം അത് കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. കുടുംബങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കിയ ഏതാനും ചില ആളുകളെ കുറിച്ചാണ് അടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നു, ഇന്നൽ ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും ലികുല്ലി ഇംറിഇൻ മിൻഹും മക്തസബ മിനൽ ഇസ്ം വല്ലദീ തവല്ല കിബ്റഹു മിൻഹും ലഹു അദാബുൻ അലീം. ഈ ആയത്ത് അല്ലാഹു പറയുകയാണ്, ഇന്നൽ ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും, പ്രവാചകരെ, താങ്കളുടെ അരികിലേക്ക്, മുസ്ലിമീങ്ങൾക്കരികിലേക്ക് താങ്കളുടെ ഭാര്യയെക്കുറിച്ച്, ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് വ്യഭിചാരാരോപണവുമായി വന്നിരിക്കുന്നത് ഒരു പറ്റം ആളുകളാണ്. ലികുല്ലി ഇംറിഇൻ മിൻഹും മക്തസബ മിനൽ ഇസ്ം, അവർക്കൊക്കെ അവർ ഈ പറഞ്ഞു നടന്നതിന്റെ ശിക്ഷ ലഭിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ശേഷം പറഞ്ഞു, വല്ലദീ തവല്ല കിബ്റഹു മിൻഹും ലഹു അദാബുൻ അളീം. ഇതിന് മേൽനോട്ടം വഹിച്ച, ഈ വ്യഭിചാരാരോപണം ജനങ്ങൾക്കിടയിൽ വ്യാപിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച, അതിന് മുൻപിലുണ്ടായ വ്യക്തി, അവന് വളരെ കഠിനമായ ശിക്ഷയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്താണ് ഈ സംഭവത്തിന്റെ പശ്ചാത്തലം? ഹാദിസത്തുൽ ഇഫ്ക് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇന്നൽ ലദീന ജാഊ ബിൽ ഇഫ്ക്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിലാണ് ഈ ആയത്തുകളും അതിനുശേഷമുള്ള ആയത്തുകളും അവതരിച്ചത് എന്ന് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ ഇജ്മാ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ സംഭവം എന്തായിരുന്നു? ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരിൽ വന്നിരിക്കുന്ന ആരോപണം, അതിനെ തുടർന്ന് അള്ളാഹുവിന്റെ നിർദ്ദേശം എന്താണ്? ഈ ആരോപണം നമുക്ക് പറയാം. അള്ളാഹു പറയാണ്, ഈ ആരോപണം പറഞ്ഞ ശേഷം, ഇങ്ങനെ ഒരു ആരോപണം നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കഴിഞ്ഞാൽ
ഏതൊരു ആരോപണം നമ്മുടെ അരികിൽ എത്തിക്കഴിഞ്ഞാലും അത് പെട്ടെന്ന് സ്വീകരിച്ച് അവരെ കുറ്റക്കാരായി കാണുകയല്ല വേണ്ടത്. മറിച്ച് നിങ്ങളെക്കുറിച്ച് നല്ലത് വിചാരിക്കുന്നത് പോലെ മറ്റുള്ളവരെ കുറിച്ച് നല്ലത് വിചാരിക്കുക, അതല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഇതാണ് അള്ളാഹുവിന്റെ നിർദ്ദേശം. ഏതൊരു ആരോപണം നമ്മുടെ അരികിൽ വന്നാലും പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ അരികിൽ ആരെങ്കിലും വന്ന് അപ്പുറത്തുള്ള വീട്ടിലെ പെൺകുട്ടിയെക്കുറിച്ച് വിവാഹാലോചന നടത്താൻ നമ്മുടെ അഭിപ്രായം ചോദിച്ചു. നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യം, ആരോപണമായി നമ്മുടെ മനസ്സിലുള്ള ഒരു കാര്യം അവരോട് പറഞ്ഞു കൊടുക്കുന്നവർ ഇന്നുണ്ട്. അത് പറയാൻ പാടില്ല. ഉറപ്പുള്ള കാര്യങ്ങൾ പറയാം. അതല്ലാതെ ആരോപണം മറ്റുള്ളവർക്കെതിരിൽ പറഞ്ഞു നടക്കുക എന്നുള്ളത് വളരെ ഗുരുതരമായ കാര്യമാണ്. അള്ളാഹു ശേഷമുള്ള ആയാത്തുകളിൽ പറയുന്നത് കാണാം, നിങ്ങളെക്കുറിച്ച് നിങ്ങൾ നല്ലത് വിചാരിക്കുന്നത് പോലെ മറ്റുള്ളവരെ കുറിച്ചും നിങ്ങൾ നല്ലത് വിചാരിക്കുക. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ നല്ലത് വിചാരിക്കുന്നത് പോലെ മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾ നല്ലത് വിചാരിക്കുക. അതല്ലാതെ ഒരു വാർത്ത കേട്ടയുടൻ പ്രചരിപ്പിച്ച് നടക്കുക എന്നുള്ളതല്ല ഒരു മുസ്ലിമിന് യോജിച്ചത്. അള്ളാഹു പറയുന്നതായി കാണാം, വതഹ്സബൂനഹു ഹയ്യന. അങ്ങനെ ആളുകളോട് വാർത്തകൾ പറഞ്ഞു നടക്കുന്നത്, ഇന്നയാൾ ഇങ്ങനെ ചെയ്തു, ഇന്ന പെണ്ണിന് ഇന്നാളായിട്ട് ബന്ധമുണ്ട്, ഇന്ന ചെക്കന് ഇന്ന പെണ്ണുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണെങ്കിൽ വതഹ്സബൂനഹു ഹയ്യന, നിങ്ങൾ അതിന് സാരമായി കാണും. വഹുവ ഇൻദല്ലാഹി അളീം, അത് അല്ലാഹുവിങ്കൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഗൗരവമുള്ള കാര്യമാണ്. മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് എന്തായിരുന്നു? വലൗലാ ഇദ് സമിഅ്തുമൂഹു ഖുൽതും മാ യകൂനു ലനാ അൻ നതകല്ലമ ബിഹാദാ. നിങ്ങൾ പറയേണ്ടത് എന്തായിരുന്നു? ഇതൊന്നും നമ്മൾ പറയേണ്ട കാര്യമല്ല, നമുക്ക് ഉറപ്പില്ലാത്ത കാര്യമാണ്, ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കാര്യമാണ് എന്നായിരുന്നു നിങ്ങൾ പറയേണ്ടത്. പക്ഷേ ഇതും കൊണ്ട് നടക്കുക എന്നുള്ളത് അല്ലാഹുവിങ്കൽ ഗുരുതരമായ പാപമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ ഹാദിസത്തുൽ ഇഫ്ക് എന്നുള്ളത്? വളരെ വിശാലമായ വലിയൊരു സംഭവമാണ്. അതിന്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ പറയാം. ഇമാം അസ്സുഹ്രി റഹിമഹുല്ലാഹ് ഒന്നിലധികം താബിഈ പണ്ഡിതന്മാരിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് ഹാദിസത്തുൽ ഇഫ്ക് ഉദ്ധരിക്കുന്നതായി കാണാം. ഹാദിസത്തുൽ ഇഫ്ക് എന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ വന്നിരിക്കുന്ന വ്യഭിചാരാരോപണം. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മക്കൾക്കൊക്കെ ഈ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ വന്നിരിക്കുന്ന ഈ ആരോപണം, അതിനെ തുടർന്ന് അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്ന ആയാത്തുകൾ അത് പറഞ്ഞു കൊടുക്കണം. എന്തിനാണ്? അവർക്കൊക്കെ ബാധിച്ചിരിക്കുന്ന മാനസികമായ വിഷമങ്ങളും അത് അവരെങ്ങനെയാണ് തരണം ചെയ്തത്, അവർ സ്വബർ ചെയ്തത് എങ്ങനെയാണ്. ഇന്ന് എക്സാമിന് 2 മാർക്ക് കുറയുമ്പോൾ, 10ാം ക്ലാസ്സിൽ ഫെയിലാകുമ്പോൾ ആത്മഹത്യ ചെയ്യുന്ന എത്രയെത്ര ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഈ സഹാബത്തിന്റെ ചരിത്രം അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ നൽകണം. ധീരതയുടെ ചരിത്രം, അവർക്കെതിരിൽ വന്നിരിക്കുന്ന മുസീബത്തുകൾ, അവർ അതിൽ സഹിച്ചിരിക്കുന്ന ത്യാഗങ്ങൾ, അത് നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, كان النبي صلى الله عليه وسلم إذا أراد سفرا أقرع بين نسائه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്ര തീരുമാനിച്ചു കഴിഞ്ഞാൽ ഭാര്യമാരിൽ ആരെയാണ് കൂടെ കൂട്ടേണ്ടത് എന്ന് ചിന്തിക്കാൻ അല്ലെങ്കിൽ തീരുമാനമെടുക്കാൻ നറുക്കിടാറുണ്ടായിരുന്നു. ശർഅ് പ്രോത്സാഹിപ്പിച്ച കാര്യമാണ് നറുക്കിടുക എന്നുള്ളത്. ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ അത് വന്നിട്ടുണ്ട്. 2 കാര്യങ്ങളിൽ ഏത് തിരഞ്ഞെടുക്കണമെന്ന് ഒരു ആശയക്കുഴപ്പമുണ്ടായാൽ നമുക്ക് നറുക്കിടാം. ഖുർആനിൽ അല്ലാഹു ഫസാഹമ ഫകാന മിനൽ മുദ്ഹളീൻ എന്ന് പറഞ്ഞതുപോലെ മറ്റു പല ആയത്തുകളിലും അത് കാണാം. അപ്പോൾ നറുക്കിടാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നറുക്കിട്ടു. ബനുൽ മുസ്തലിഖ് യുദ്ധത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോകാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ബനുൽ മുസ്തലിഖ് എന്ന് പറയുന്നത് ഒരു ഗോത്രമാണ്, ഒരു ഗോത്രം. ഖുസാഇൽപ്പെട്ട ഒരു ഗോത്രവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിഹാദിന് പോകാനിരിക്കുമ്പോൾ യാത്രയിൽ ആരെ കൂട്ടണമെന്ന് നറുക്കിട്ടു. അങ്ങനെ ആ നറുക്ക് വീണത് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കായിരുന്നു. ഹിജ്റ 5ാമത്തെ വർഷം. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അവരൊക്കെ അങ്ങനെ യുദ്ധത്തിന് പോയി തിരിച്ചു വരുന്ന വഴിയിൽ മദീനയുടെ അടുത്തെത്തിയപ്പോൾ അവർ, നിങ്ങൾക്കറിയാം, ദീർഘയാത്രകളിൽ പലപ്പോഴും ഒന്നിലധികം സ്ഥലങ്ങളിൽ ടെന്റടിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത്, മദീനക്കടുത്ത ഒരു സ്ഥലത്ത് അവർ ടെന്റടിക്കുകയും കുറച്ചു സമയം അവിടെ ചെലവഴിച്ചു. വഅഅലന അൻ റഹീലിഹി, പിന്നീട് യാത്ര തുടരുകയാണ് എന്ന വിളംബരം നടത്തുകയും ചെയ്തു. ആയിഷ റളിയല്ലാഹു അൻഹ യാത്ര പിന്നീട് തുടരുന്നതിന് മുമ്പ് പെട്ടെന്ന് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ, മലമൂത്ര വിസർജ്യവും മറ്റും നടത്താൻ ആയിഷ റളിയല്ലാഹു അൻഹ കുറച്ച് ദൂരെ ഒരു സ്ഥലത്തേക്ക് നടന്നു നീങ്ങി. ദൂരെ ആളുകളിൽ നിന്ന് മറയുന്ന ഒരു സ്ഥലത്തേക്ക് ആയിഷ റളിയല്ലാഹു അൻഹ നടന്നു നീങ്ങി. അങ്ങനെ അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ച് അവർ തിരിച്ചു വന്നപ്പോൾ അവരുടെ കഴുത്ത് അവരൊന്ന് തൊട്ടു നോക്കി. ഈ സമയം അവർ ധരിച്ചിരിക്കുന്ന മാല, യമനിൽ നിന്നുള്ള കല്ലുകളാൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു മാലയുടെ നൂല് പൊട്ടിയിരിക്കുകയാണ്. മാല അവിടെ കാണുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഫലമസത് സദറഹ. ആയിഷ റളിയല്ലാഹു അൻഹ
സുഹരിയുടെ ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ മാല തൊട്ടു നോക്കിയപ്പോൾ ആ മാല അവിടെ കാണാനില്ല. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ അത് നോക്കാൻ വേണ്ടി തിരിച്ചുപോയി. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നതായി കാണാം, വകാന الناس إذ ذاك خفافا لم يثقلن ولم يغشهن اللحم. ആ സമയത്ത് സ്ത്രീകളാരും വലിയ തടിയൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാവരും വളരെ മെലിഞ്ഞ സ്ത്രീകളായിരുന്നു. ഭക്ഷണമൊക്കെ അവർക്ക് ലഭിക്കുന്നത് കുറവാണ്. അതുകൊണ്ട് സ്ത്രീകളിൽ പൊതുവെ തടി കൂടിയ സ്ത്രീകൾ കുറവായിരുന്നു. വളരെ അല്പം മാത്രം ഭക്ഷണമാണ് പൊതുവെ ആളുകളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ ഇരിക്കാറുള്ള അവരുടെ ഇരിപ്പിടം അത് ചുമക്കുന്ന സഹാബികൾക്ക്, അത് ചുമക്കുന്ന ആളുകൾക്ക് ആയിഷ അതിലില്ല എന്നവർക്ക് അനുഭവപ്പെട്ടിരുന്നില്ല. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ മെലിഞ്ഞിട്ടാണ്, അവർ ആ പ്രായത്തിൽ ചെറിയ പ്രായമായിരുന്നു. ഈ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വാഹനം ചുമക്കുന്നവർ അവർ കരുതി ആയിഷ റളിയല്ലാഹു അൻഹ അതിനകത്തുണ്ട് എന്നാണ്. അവർ പറയുകയാണ്, വകുന്തു ജാരിയതൻ ഹദീസത സിൻ, ഞാനാകട്ടെ വളരെ ചെറിയ ഒരു പെൺകുട്ടിയായിരുന്നു. ഫബഅസുൽ ജമല വസാറു, അങ്ങനെ യാത്രാ സംഘം അവർ യാത്ര തിരിച്ചു. ഈ യാത്രാ സംഘം പോയതിനു ശേഷം, മദീന ലക്ഷ്യമാക്കി അവർ പോയതിനു ശേഷം എനിക്കെന്റെ മാല ലഭിക്കുകയും ചെയ്തു. ഞാൻ ആദ്യം ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് വന്ന് നോക്കിയപ്പോൾ അവിടെ ആരുമില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ആവശ്യത്തിന് പോയതാണ്, അവരെ തിരിച്ചു വന്നു. പിന്നീട് മാല കാണാനിട്ട് അവർ പിന്നീട് നോക്കി, മാല അവർ ആ ഭാഗത്ത് പോയി തിരിച്ചു വന്നപ്പോൾ ടെന്റിൽ ആരും തന്നെയില്ല. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ പറയാം, ഫളനൻതു അന്നഹും സയഫ്ഖിദൂനി, ഞാൻ എവിടെയാണ് ഉണ്ടായിരുന്നത് അവിടെ തന്നെ ഞാൻ സമയം ചെലവഴിച്ചു. ഞാൻ കരുതിയത് ആളുകൾ എന്നെ തേടി തിരിച്ചു വരും, എന്നെ അതിലില്ല എന്ന് മനസ്സിലാകുമ്പോൾ ആളുകൾ എന്നെ തേടി തിരിച്ചു വരും. ഫയർജിഊന ഇലൈ ഫബൈന അന ജാലിസതുൻ ഗലബത്നി ഐനാ, ഞാനിങ്ങനെ അവിടെ ഇരുന്ന് ആളുകൾ എന്നെ കൂട്ടാൻ വരും എന്ന് കാത്തിരിക്കെ എനിക്ക് വല്ലാതെ ഉറക്കം വന്നു. ഫനിം, ഞാൻ അവിടെ ഉറങ്ങുകയും ചെയ്തു. ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, وكان صفوان بن المعطل السلمي ثم الذكوان من وراء الجيش. صفوان بن المعطل رضي الله عنه ആയിരുന്നു സൈന്യത്തിന്റെ അവസാനം വന്നിരുന്ന സഹാബി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് ഒരു സൈന്യത്തെ അയക്കുമ്പോൾ അവസാനത്തിൽ വരാൻ ഒരാളെ ഏൽപ്പിക്കാറുണ്ടായിരുന്നു. എന്തിനാണ്? ഈ സൈന്യം എന്തെങ്കിലും സാധനങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുക്കാൻ വേണ്ടി ഒരു വ്യക്തിയെ സൈന്യത്തിന്റെ അവസാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിക്കാറുണ്ട്. ഈ യുദ്ധത്തിലാവട്ടെ നിശ്ചയിക്കപ്പെട്ടത് സഫ്വാൻ ഇബ്നുൽ മുഅത്തൽ റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ സഫ്വാൻ റളിയല്ലാഹു അൻഹു അവിടെ എത്തിയപ്പോൾ, ആയിഷ റളിയല്ലാഹു അൻഹ നിൽക്കുന്ന ആ ടെന്റിന്റെ അരികിൽ എത്തിയപ്പോൾ ഫറഅ സവാദ ഇൻസാനിൻ നായിം, അവിടെ ഉറങ്ങിക്കിടക്കുന്ന ഒരു കറുത്ത രൂപം സഫ്വാൻ റളിയല്ലാഹു അൻഹു കണ്ടു. ഫഅതാനി ഫഅറഫനി ഹീന റആനി, അങ്ങനെ സഫ്വാൻ അവിടേക്ക് വന്നു. എന്നെ കണ്ടപ്പോൾ സഫ്വാന് മനസ്സിലായി ഇത് ഞാൻ തന്നെയാണ്, ആയിഷയാണെന്ന് മനസ്സിലായി. വഖദ് കാന യറാനി ഖബ്ല അൻ യുദ്റബ അൽ ഹിജാബു അലൈ, ഹിജാബിന് മുമ്പ് സഫ്വാൻ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സഫ്വാന് പെട്ടെന്ന് ഇത് ഞാനാണെന്ന് മനസ്സിലായി. ഫസ്തൈഖൽതു ബിസ്തിർജാഇഹി, എന്നെ കണ്ടയുടൻ സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് കേട്ടിട്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഉറക്കിൽ നിന്ന് ഉണരുന്നത്. ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഫഖമ്മർതു വജ്ഹി ബിജിൽബാബി, അദ്ദേഹത്തിന്റെ ഇസ്തിർജാ കേട്ടപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഖിമാർ എടുത്തുകൊണ്ട് എൻ്റെ മുഖം മറച്ചു, എൻ്റെ ജിൽബാബ് എടുത്തുകൊണ്ട് എൻ്റെ മുഖം ഞാൻ മറച്ചു. അങ്ങനെയാണ് റിവായത്തിലുള്ളത്, എൻ്റെ മുഖം ഞാൻ മറച്ചു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. ശേഷം അവർ പറയുന്നു, വവല്ലാഹി, അല്ലാഹുവിൽ തന്നെയാണ് സത്യം, മാ യുകല്ലിമുനി കലിമതൻ, ഒരു വാക്ക് പോലും സഫ്വാൻ എന്നോട് സംസാരിച്ചിരുന്നില്ല. വലാ സമിഅതു മിൻഹു കലിമതൻ ഗൈറ ഇസ്തിർജാഇ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന വാക്കല്ലാതെ മറ്റൊരു വാക്കും സഫ്വാൻ പറഞ്ഞിരുന്നില്ല. ഹത്താ അനാഖ റാഹിലത, സഫ്വാൻ എൻ്റെ അരികിലേക്ക് വന്നു, അദ്ദേഹത്തിന്റെ ഒട്ടകത്തെ അദ്ദേഹം എൻ്റെ മുമ്പിലേക്ക് ഇരുത്തുകയും ചെയ്തു. ഫവതിഅ അലാ യദിഹാ ഫറകിബ്തുഹാ, ആ ഒട്ടകത്തിന്റെ കാലുകളിൽ സഫ്വാൻ, ഒട്ടകത്തിന്റെ കൈകളിൽ സഫ്വാൻ റളിയല്ലാഹു അൻഹു ചവിട്ടുകയും ആയിഷ റളിയല്ലാഹു അൻഹക്ക് കയറാനുള്ള പാകത്തിൽ ഒട്ടകത്തെ ഇരുത്തുകയും ചെയ്തു. ഫൻതലഖ യഖൂദു ബി അർറാഹില, അങ്ങനെ ഞാനുമായി സഫ്വാൻ റളിയല്ലാഹു അൻഹു യാത്ര തുടർന്നു. അദ്ദേഹം എൻ്റെ ഒട്ടകത്തെ നയിക്കുന്നു, ഞാൻ ഒട്ടകപ്പുറത്ത് ഇരിക്കുകയാണ്. ഹത്താ അതൈനൽ ജയ്ഷ ബഅദമാ നസലു മൂഗിരീൻ, വളരെ കഠിനമായ ചൂടുള്ള കാരണത്താൽ സൈന്യം അടുത്ത ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ ഇറങ്ങിയിരിക്കുമ്പോഴാണ് നമ്മൾ പിന്നെ സൈന്യത്തിന്റെ അരികിലേക്ക് എത്തുന്നത്. അവരൊരു സ്ഥലത്ത് വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു ഞാൻ സഞ്ചരിക്കുന്ന ഒട്ടകവുമായി സൈന്യത്തിന്റെ അരികിലേക്ക് എത്തി. ശേഷം പറയുന്നു, ഫീ നഹ്രി ളഹീറ
ഫഹലക മൻ ഹലക ഫീ ശഅനി, ഈ സമയം എൻ്റെ വിഷയത്തിൽ നശിച്ച ആളുകൾ നശിച്ചു പോവുകയും ചെയ്തു. وكان الذي تولى كبره عبد الله بن أبي بن سلول, അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് ബിൻ സലൂൽ എന്ന് പറയുന്ന മുനാഫിഖ് എൻ്റെ വിഷയത്തിൽ ആളുകൾക്കിടയിൽ മോശമായി ചില കാര്യങ്ങൾ പറഞ്ഞു നടക്കുകയും ചെയ്തു. ഏതാനും ചില സഹാബികളും ആ വലയിൽ അകപ്പെട്ടു പോയിരുന്നു. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ പോലെ, മിസ്സഹ് ഇബ്നു ഉസാത റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഹംന ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയെ പോലെയുള്ള ചില ആളുകളും ഈ ഒരു വാദം പറഞ്ഞിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അങ്ങനെ എന്നെക്കുറിച്ച് അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് ബിൻ സലൂലിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ വ്യഭിചാരോപണം വന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഇത് അറിയില്ലായിരുന്നു. പിൽക്കാലഘട്ടത്തിൽ ഈ ചരിത്രം പറഞ്ഞു കൊടുക്കുക. ആ സമയം ഈ യാത്രക്കിടയിൽ ആയിഷയ്ക്ക് ഇത് അറിയില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഫഖദിംനൽ മദീന, അങ്ങനെ ഞങ്ങളെല്ലാവരും മദീനയിലേക്ക് എത്തി. ഫശ്തകൈ ഹീന ഖദിംനൽ മദീനത ശഹറ, മദീനയിലേക്ക് വന്നപ്പോൾ എനിക്ക് രോഗം ബാധിച്ചു. യാത്ര കഴിഞ്ഞ് വന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹക്ക് രോഗം ബാധിച്ചു. വന്നാസു യുഫീദൂന ഫീ ഖൗലി അഹ്ലിൽ ഇഫ്ക്, ആളുകളൊക്കെ എന്നെക്കുറിച്ച് വ്യഭിചാരിയാണ്, വ്യഭിചാരോപണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വല അശ്ഉറു ബിശൈഇൻ മിൻ ദാലിക്, എനിക്കാകട്ടെ ഈ കാര്യങ്ങളൊന്നും പുറത്തു നടക്കുന്ന കാര്യങ്ങൾ എനിക്കറിയില്ല. ആളുകൾ എന്നെക്കുറിച്ച് ഇത് പറഞ്ഞു നടക്കുന്നു എന്നുള്ളത് എനിക്കറിയില്ല. وهو يريبني في وجعي أني لا أعرف من رسول الله عليه الصلاة والسلام اللطف الذي كنت أرى منه حين أشتكي, എനിക്ക് പൊതുവെ ഒരു രോഗം വന്നാൽ എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പെരുമാറുന്നത് പോലെയല്ല ഈ രോഗം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് സംസാരിക്കുന്നതും എന്നോട് സഹവസിക്കുന്നതും. പൊതുവെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കൊരു രോഗം വന്നാൽ എന്നോട് സംസാരിക്കുന്ന, എന്നോട് കാണിക്കുന്ന സ്വഭാവമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കുന്നത്. ഇന്നമാ യദ്ഖുലു റസൂലുള്ളാഹി അലൈഹി സലാം ഫയുസല്ലിം, പ്രവാചകൻ രോഗിയായി കിടക്കുന്ന എൻ്റെ അരികിലേക്ക് വരും. സുമ്മ യഖൂൽ, ശേഷം ചോദിക്കും, കൈഫ തീക്കും, എന്താണ് നിന്റെ അവസ്ഥ എന്ന് ചോദിക്കും. ഫദാക യരിബുനി വലാ അശ്ഉറു ബിശ്ശർ വലാ അശ്ഉറു ബിശ്ശർ, എന്താണ് ആയിഷ വിവരം എന്ന് ചോദിക്കുന്നതിലപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു കാര്യവും എന്നോട് ചോദിക്കുന്നില്ല എന്നത് എൻ്റെ മനസ്സിന് വല്ലാതെ പ്രയാസമുണ്ടാക്കിയിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഹത്താ ഖറജ്തു ബഅദമാ നഖഹ്തു, എൻ്റെ രോഗം കുറച്ചൊക്കെ ശമിച്ച ശേഷം ഞാൻ ഒരിക്കൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്തിനാണ്? അവർക്ക് അവരുടെ മലമൂത്ര വിസർജനം നടത്താൻ കുറച്ച് ദൂരെയാണ്. പൊതുവെ അവർ വീടുകളിൽ നിന്ന് ദൂരെ ആരും കാണാത്ത പ്രദേശങ്ങളിലേക്ക് മാറിപ്പോകാറുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എനിക്ക് രോഗം മാറിയ ശേഷം ഖറജത് മഇ ഉമ്മു മിസ്തഹ് ബിൻത് അബി റുഹും, ഉമ്മു മിസ്തഹ് റളിയല്ലാഹു അൻഹ എൻ്റെ കൂടെ വന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഖിബലൽ മനാസിഇലേക്ക്, മനാസി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും പുറപ്പെട്ടു. മനാസി എന്ന് പറയുന്നത് മദീനയിൽ ബഖീഇന്റെ ഒരു അറ്റത്തിനാണ്, ബഖീഇന്റെ ഭാഗത്ത് അതിന്റെ ഒരു അറ്റത്തിനാണ് മനാസി എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും, മദീനയിൽ പോയ ആളുകൾക്കറിയാം, മദീനയിൽ നിന്ന് ഖിബലക്ക് നേരെ നമ്മൾ നിന്നാൽ ഇടതുവശത്ത് ബഖീഇന്റെ ഭാഗം, അതിലൂടെ സഞ്ചരിച്ചാൽ എത്തുന്ന അവസാന ഭാഗം, അതിനാണ് മനാസി എന്ന് പറയാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാനും ഉമ്മു മിസ്തഹും കൂടി അവിടേക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പോയി. വലാ നഖ്റുജു ഇല്ലാ ലൈലൻ ഇലാ ലൈൽ വദാലിക അൻ നത്തഖിദ അൽ കുനുഫ ഖരീബൻ മിൻ ബുയൂതിന, നമ്മുടെ വീടുകൾക്ക് സമീപം ശൗചാലയങ്ങൾ നിർമ്മിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇങ്ങനെ ദൂരെ പോകാറാണ് പതിവ്. വഅംറുന അംറുൽ അറബിൽ അവൽ ഫി തനസ്സുഹ് വകുന്നാ നതഅസ്സാ ബിൽ കുനുഫി അൻ നത്തഖിദഹാ ഇൻദ ബുയൂതിന, നമ്മുടെ വീടുകൾക്ക് അരികിൽ ശൗചാലയം നിർമ്മിക്കുന്നതിന് നമുക്ക് പ്രയാസമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ദൂരെയാണ് പൊതുവെ പോകാറുള്ളത്. ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഇതുവരെ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വിവരമറിയില്ല. ഫൻതലഖ്തു അന വ ഉമ്മു മിസ്തഹ്, ഞാനും ഉമ്മു മിസ്തഹും കൂടി നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഫഅഖ്ബൽതു അന വ ബിൻതു അബി റുഹ്മിൻ, ഞാനും ഉമ്മു മിസ്തഹും തിരിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഖിബല ബൈതി, നമ്മുടെ വീടിന്റെ അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അസറത് ഉമ്മു മിസ്തഹിൻ ഫി മിർസിഹാ, ഉമ്മു മിസ്തഹ് റളിയല്ലാഹു അൻഹ അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ കാല് തട്ടി ഒന്ന് വീഴാൻ പോയി, അവരുടെ കാലൊന്ന് ഇടറിപ്പോയി. ഫഖാലത്, ഉമ്മു മിസ്തഹ് പറഞ്ഞു, തഇസ മിസ്തഹ്, മിസ്തഹിന് നാശമുണ്ടാകട്ടെ. അവരുടെ മകനെ കുറിച്ചാണ് പറയുന്നത്, മിസ്തഹിന് നാശമുണ്ടാകട്ടെ. ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് പറഞ്ഞു, ബിഅസ മാ ഖുൽത്, എത്ര മോശമാണ് താങ്കൾ പറയുന്നത്. അതസുബ്ബീന റജുലൻ ഖദ് ഷഹിദ ബദറ, ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരിക്കുന്ന മിസ്തഹ് ബിൻ ഉസാസ എന്ന് പറയുന്ന സഹാബി, അദ്ദേഹത്തെയാണോ താങ്കൾ കുറ്റം പറയുന്നത്? അവരുടെ മകനാണ്, അവരെയാണോ താങ്കൾ കുറ്റം പറയുന്നത്? ഖാലത്, അവരുടെ ഉമ്മു മിസ്തഹ് പറഞ്ഞു, ഐ ഹൻസ, ഐ ഹൻസ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് പൊതുവെ എടി എന്നൊക്കെ പറയില്ലേ, ആ രൂപത്തിൽ ഉമ്മു മിസ്തഹ് റളിയല്ലാഹു അൻഹ ആയിഷയോട് പറഞ്ഞു, ആയിഷ അവലം തസ്മഈ മാ ഖാൽ, മിസ്തഹ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നിനക്കറിയില്ലേ?
ഖുൽതു ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്താണ് അവർ പറഞ്ഞത്? ഖാലത് ഫഅഖ്ബറത്നി ബിഖൗലി അഹ്ലിൽ ഇഫ്ക്. ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് മദീനക്കാർക്കിടയിൽ വ്യഭിചാരാരോപണം പടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് പറയുന്നവരിൽ മിസ്തഹ് ബിൻ ഉസാസ റളിയല്ലാഹു അൻഹുമുണ്ട് എന്ന് ഉമ്മു മിസ്തഹ് റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. നിങ്ങൾ നോക്കിയാൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈംഗിക വിശുദ്ധി എന്ന് പറയുന്നത് എത്രയേറെ വിലപ്പെട്ടതാണ്. അതിൽ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീൻ അവർക്കെതിരിൽ ആരോപണം വരികയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഫസ്ദതു മറളൻ ഇലാ മറളി, എൻ്റെ രോഗം വീണ്ടും അധികരിച്ചു, എൻ്റെ രോഗം വല്ലാതെ അധികരിച്ചു. ഫലമ്മാ റജഅതു ഇലാ ബൈതി, ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. ഫദഖല അലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അരികിലേക്ക് വന്നു. ഫഖാല, പതിവ് പോലെ പ്രവാചകൻ എന്നോട് ചോദിച്ചു, കൈഫ തീക്കും, എങ്ങനെയുണ്ട്? പൊതുവെ പ്രവാചകൻ കാണിക്കുന്ന സ്നേഹവും മറ്റുമൊന്നും ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് കാണുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് ചോദിച്ചു, അതഅദനു ലി അൻ ആതി അബവൈ, പ്രവാചകരെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ വീട്ടിലേക്ക് പോകാൻ താങ്കളൊന്ന് അനുവദിക്കണം, എനിക്ക് എൻ്റെ വീട്ടിലേക്കൊന്ന് പോകണം. ഖാലത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, വഅന ഹീനഇദിൻ ഉരീദു അൻ യതയഖന അൽ ഖബറ മിൻ ഖിബലിഹിമ, എന്തിനാ വീട്ടിലേക്ക് പോകുന്നത്? എൻ്റെ ഉമ്മയോടും ഉപ്പയോടും ഇങ്ങനെയുള്ള ഒരു സംസാരം നടക്കുന്നതിനെ കുറിച്ച് എനിക്ക് ചോദിക്കണം, ഇങ്ങനെ ആളുകൾ പറഞ്ഞു നടക്കുന്നുണ്ടോ എന്നെനിക്കറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുമതി നൽകി. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഫജിഅതു അബവൈ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെന്നു. ഫഖുൽതു ലി ഉമ്മി, ഞാൻ എൻ്റെ ഉമ്മയോട് പറഞ്ഞു, യാ ഉമ്മത മാ യതഹദ്ദസു നാസ്, ഉമ്മ ജനങ്ങൾ എന്തായി പറഞ്ഞു നടക്കുന്നത്? ചെറിയ പെൺകുട്ടിയായിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ മനസ്സിന് എത്ര വലിയ പ്രയാസമുണ്ടായിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ, അത്രയും പ്രിയപ്പെട്ടവർ, അവർ ഉമ്മയുടെ അരികിൽ ചെന്നിട്ട് ചോദിച്ചു. ഉമ്മു റുമാൻ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, എന്താണ് ജനങ്ങൾ പറഞ്ഞു നടക്കുന്നത്? ഫഖാലത്, ഉമ്മു റുമാൻ റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ ബുനയ്യ ഹൗവിനി അലൈക്, ആയിഷ മോളെ നീ അത്ര ഗൗരവത്തിൽ എടുക്കേണ്ടതില്ല, എന്ന് പറഞ്ഞാൽ നീ സമാധാനപ്പെടുക, നീ സമാധാനപ്പെടുക. വിഷയം ഗൗരവമായി വന്നിരിക്കുന്നതാണ്, പക്ഷേ നീ സമാധാനപ്പെടുക. ഫവല്ലാഹി ലഖല്ലമാ കാനത് ഇംറഅത്തുൻ ഖത്തു വളിഅതൻ ഇൻദ റജുലിൻ യുഹിബ്ബുഹാ വലഹാ ളറാഇർ ഇല്ലാ കസർനാ അലൈഹാ, ഒരു പുരുഷന് ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ ഈ രൂപത്തിൽ ആരോപണങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് ഭംഗിയുള്ള ഭാര്യയെക്കുറിച്ച് ഇങ്ങനെ ആരോപണങ്ങൾ വന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് വഖദ് തഹദ്ദസ അന്നാസു ബിഹാദാ, വാസ്തവത്തിൽ ജനങ്ങൾ ഇങ്ങനെ എന്നെക്കുറിച്ച് പറഞ്ഞു നടക്കുകയാണോ, വ്യഭിചാരാരോപണം നടത്തുകയാണോ എന്നെക്കുറിച്ച്? ഖാലത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഫബകൈതു തിൽക്കൽ ലൈല, അന്നേ രാത്രി ഞാൻ ധാരാളം കരഞ്ഞു. ഹത്താ അസ്ബഹ്തു ലാ യർഖഉ ലി ദമഅ, എൻ്റെ കണ്ണുനീർ നിലക്കാത്ത രൂപത്തിൽ ഞാൻ തുടരെ കരഞ്ഞുകൊണ്ടിരുന്നു. വല അക്തഹിലു ബിനൗം, എനിക്ക് അന്നത്തെ രാത്രിയിൽ ഉറങ്ങാനും സാധിക്കുന്നില്ല. രാത്രിയിൽ ഉറങ്ങാതെ ആയിഷ റളിയല്ലാഹു അൻഹ ആ രാത്രിയിൽ മുഴുവനായി കരഞ്ഞു തീർത്തു. സുമ്മ അസ്ബഹ്തു അബ്കി, പിറ്റേ ദിവസം രാവിലെ ഞാൻ കരയുക തന്നെയാണ്. എൻ്റെ അവസ്ഥ, എനിക്ക് രോഗം അധികരിച്ചു, വല്ലാതെ പ്രയാസമായി. പിറ്റേ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹി ഇറങ്ങിയിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിൽ രണ്ടുപേരെ വിളിച്ചു, ഉസാമ ഇബ്നു സൈദിനെയും അലി ഇബ്നു അബി ത്വാലിബിനെയും റളിയല്ലാഹു അൻഹുമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു. ഫസ്തശാറഹുമ, അവരോട് പ്രവാചകൻ അഭിപ്രായം ചോദിച്ചു. ആയിഷക്കെതിരിൽ ഇങ്ങനെ ആരോപണം വന്നിട്ടുണ്ട്, എന്താണ് ചെയ്യേണ്ടത്? ഉസാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, പ്രവാചകരെ, ഹും അഹ്ലുക്, അവർ താങ്കളുടെ കുടുംബമാണ്, താങ്കളുടെ ഭാര്യയാണ്. വലാ നഅലമു ഇല്ലാ ഖൈറ, അവരെ കുറിച്ച് നല്ലതല്ലാതെ നമുക്കൊന്നും അറിയില്ല, അവരെ കുറിച്ച് ഒരു മോശം നമുക്ക് പറയാനില്ല. ഫഖാല അലി, ശേഷം അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. അലി റളിയല്ലാഹു അൻഹു പ്രവാചകന് അനുഭവപ്പെടുന്ന പ്രയാസവും ബുദ്ധിമുട്ടും കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ലം യുളയ്യിഖില്ലാഹു അലൈക്, പ്രവാചകരെ, അല്ലാഹു താങ്കളുടെ മേൽ കുടുസാക്കിയിട്ടില്ല. വന്നിസാഉ സിവാഹ കസീർ, വേറെയും സ്ത്രീകളുണ്ടല്ലോ, അതുകൊണ്ട് അവരെ തലാഖ് ചെയ്തേക്ക് എന്ന രൂപത്തിൽ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതൊരിക്കലും ആയിഷ റളിയല്ലാഹു അൻഹയുടെ എന്തെങ്കിലും ദേഷ്യമുള്ളത് കൊണ്ടല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ആരോപണം വന്നപ്പോൾ അവിടുന്ന് അനുഭവിക്കുന്ന പ്രയാസം കണ്ട ആ മഹാനായ സഹാബി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ രൂപത്തിൽ പറഞ്ഞു. ശേഷം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, താങ്കളുടെ വീട്ടിൽ ഖിദ്മത്ത് ചെയ്യുന്ന സെർവന്റ് ആയിട്ടുള്ള ബരീറയോട് ഒന്ന് അഭിപ്രായം ചോദിച്ചു നോക്ക്. ആയിഷയിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും മോശപ്പെട്ട കാര്യം എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബരീറയോട് ചോദിച്ചു. ബരീറ പറഞ്ഞു, പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് മോശമായ ഒരു ഇടപാടും എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓരോരോ ദിവസവും പ്രയാസമായിരുന്നു, പ്രവാചകന് വഹി ഇറങ്ങുന്നില്ല. അവസാനം ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി. പ്രവാചകൻ പറഞ്ഞു,
എന്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ ഒരു വ്യക്തി ഇതാ മോശമായ വാർത്ത പറഞ്ഞു പ്രചരിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ വ്യക്തിക്കെതിരിൽ ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ എന്നെ സഹായിക്കുക? നേരത്തെ നമ്മൾ പറഞ്ഞു, ഈ ആരോപണം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ മുൻപന്തിയിൽ നിന്നത് അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലാണ്. അവനാണ് ഈ ഒരു ആരോപണം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി നോക്കിയത്. ഖസ്റജ് ഗോത്രത്തിലെ നേതാവായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ. മദീനയിൽ ജീവിക്കുന്ന അൻസാരികൾ ഒന്നുകിൽ ഔസാണ് അല്ലെങ്കിൽ ഖസ്റജാണ്. ഖസ്റജ് ഗോത്രത്തിലെ നേതാക്കന്മാരിൽപ്പെട്ടവരായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി പറഞ്ഞു, എന്റെ ഭാര്യയെക്കുറിച്ച് എനിക്ക് നല്ലതല്ലാതെ മറ്റൊന്നും അറിയില്ല. എന്റെ ഭാര്യയെക്കുറിച്ച് എനിക്ക് നല്ലതല്ലാതെ മറ്റൊന്നും അറിയില്ല. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണ് നമുക്ക് മാതൃകകൾ. ഇന്ന് ചില ആളുകളൊക്കെ അവരുടെ ഭാര്യമാരെ കുറിച്ചൊക്കെ മോശപ്പെട്ട സംസാരങ്ങൾ നടത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ആരോപണം വന്നിട്ടും വ്യക്തമായ തെളിവുകളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ, എന്റെ ഭാര്യയെക്കുറിച്ച് നല്ലതല്ലാതെ എനിക്കൊന്നും അറിയില്ല. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖദ് ദകറു റജുല, അവർ ആയിഷ റളിയല്ലാഹു അൻഹയെ ആരോപിക്കുന്നത് ഇന്ന വ്യക്തിയുമായിട്ടാണ്, സഫ്വാനുമായിട്ടാണ്. വമാ അലിംതു അലൈഹി ഇല്ലാ ഖൈറ, അയാളെക്കുറിച്ചും എനിക്ക് നല്ലതല്ലാതെ മറ്റൊന്നും അറിയില്ല. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയുമായി മോശപ്പെട്ട ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ആരോപിക്കപ്പെട്ട മഹാനായ സഹാബി സഫ്വാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി പറയുന്നു, അയാളെക്കുറിച്ചും എനിക്ക് നല്ലതല്ലാതെ മറ്റൊന്നും അറിയില്ല. അതുകൊണ്ട് ആരാണ് ഇത്തരത്തിൽ ആരോപണം കൊണ്ടുവന്ന വ്യക്തിക്കെതിരിൽ എന്നെ സഹായിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി ചോദിച്ചു. അൻസാരികളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഔസുണ്ട്, ഖസ്റജ് ഉണ്ട്. ഔസിന്റെ നേതാവായിരുന്നു സഅദ് ഇബ്നു മുആദ്, ഖസ്റജിന്റെ നേതാവായിരുന്നു സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുമ. നേരത്തെ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ ആകട്ടെ ഔസിന്റെ ഖസ്റജിൽപ്പെട്ട വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണ് എന്നെ സഹായിക്കുക? ഈ സമയം സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, അന അഅ്ദിറുക മിൻഹു യാ റസൂലല്ലാഹ് ഇൻ കാന മിനൽ ഔസി ളറബ്നാ ഉനുഖ. പ്രവാചകരെ, താങ്കളുടെ കുടുംബത്തിന്റെ വിഷയത്തിൽ ഈ ആരോപണം പറഞ്ഞവൻ അവൻ ഔസിൽപ്പെട്ടവനാണെങ്കിൽ അവന്റെ തലയറുക്കാമെന്ന് ഞാനിതാ താങ്കൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. വഇൻ കാന മിൻ ഇഖ്വാനിന അൽ ഖസ്റജ് അമർതനാ ഫഫഅൽനാ അംറക. ഇനി ഖസ്റജിൽപ്പെട്ട ആരെങ്കിലുമാണ് പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കളുടെ കുടുംബത്തിനെതിരിൽ ഈ ആരോപണം പറഞ്ഞതെങ്കിൽ താങ്കൾ എന്താണോ കൽപ്പിക്കുന്നത് ആ കൽപ്പന ശിരസാ വഹിക്കാൻ നമ്മൾ തയ്യാറാണ്. ഈ സമയം സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു, ഖസ്റജിന്റെ നേതാവ്, നേരത്തെ പറഞ്ഞത് സഅദ് ഇബ്നു മുആദ് ആണ്. സഅദ് ഇബ്നു ഉബാദ ഖസ്റജിന്റെ നേതാവ് എഴുന്നേറ്റ് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ആയിഷ പറയാണ്, വകാന റജുലൻ സാലിഹൻ, അദ്ദേഹം സാലിഹായ നല്ല വ്യക്തിയായിരുന്നു സഅദ് ഇബ്നു ഉബാദ. വലാകിൻ ഇജ്തഹലത്ഹുൽ ഹമിയ. ഇങ്ങനെ ഔസിന്റെ നേതാവായ സഅദ് ഇബ്നു മുആദ് എഴുന്നേറ്റുകൊണ്ട്, പ്രവാചകരെ, ഖസ്റജിൽപ്പെട്ടവരാണെങ്കിൽ ഞങ്ങൾ വകവരുത്തിക്കൊള്ളാം, അഥവാ മറ്റേ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അവനെ താങ്കൾ കൽപ്പിച്ചാൽ ഞങ്ങൾ വകവരുത്തിക്കൊള്ളാം എന്ന് സഅദ് ഇബ്നു മുആദ് എഴുന്നേറ്റ് പറഞ്ഞപ്പോൾ തന്റെ സമൂഹത്തോടുള്ള, തന്റെ ഖബീലയോടുള്ള ഇഷ്ടം സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് അത് കാരണത്താൽ അതിന് അദ്ദേഹം മുൻഗണന നൽകി. ഹഖ് നോക്കുന്നതിന് പകരം ഇവിടെ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, ഇജ്തഹലത്ഹുൽ ഹമിയ, തന്റെ വിഭാഗത്തിന്റെ കൂടെ നിൽക്കണമെന്ന ചിന്ത സഅദ് റളിയല്ലാഹു അൻഹുവിന് വന്നു, സഅദ് ഇബ്നു ഉബാദക്ക് വന്നു. അദ്ദേഹം സഅദ് ഇബ്നു മുആദിനോട് പറഞ്ഞു, അഥവാ ഖസ്റജിന്റെ നേതാവ് ഔസിന്റെ നേതാവിനോട് പറഞ്ഞു, കദബ്ത ലഅംറുല്ലാഹ്, അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ റബ്ബ് തന്നെയാണ് സത്യം. ലഅംറുല്ലാഹ് എന്നുള്ളത് അള്ളാഹുവിന്റെ സിഫത്തിനെ തൊട്ട് സത്യം ചെയ്യലാണ്. അള്ളാഹുവിന്റെ സിഫത്തിനെ തൊട്ട് സത്യം ചെയ്യലാണ്. അത് അനുവദനീയമാണ്. സഹീഹുൽ ബുഖാരിയിൽ അയ്യൂബ് അലൈഹിസ്സലാം ഒക്കെ ചെയ്തതായി നമുക്ക് കാണാം. സഅദ് ഇബ്നു മുആദ് സഅദ് ഇബ്നു ഉബാദയോട് പറഞ്ഞു, കദബ്ത ലഅംറുല്ലാഹ്, എന്നെന്നും ജീവിച്ചിരിക്കുന്ന അള്ളാഹു തന്നെയാണ് സത്യം. ലാ തഖ്തുലുഹു വലാ തഖ്ദിറു അലാ ഖത്ലിഹി. ഖസ്റജിൽപ്പെട്ട വ്യക്തിയെ താങ്കൾ കൊന്നുകളയാം പ്രവാചകൻ കൽപ്പിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞില്ലേ? ലാ തഖ്തുലു, താങ്കൾക്ക് കൊല്ലാനും സാധിക്കില്ല. വലാ തഖ്ദിറു അലാ ഖത്ലി, കൊല്ലാൻ അനുവദിക്കുകയുമില്ല എന്ന് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനോട് സഅദ് ഇബ്നു ഉബാദ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പറഞ്ഞു. ഈ സമയം ഉസൈദ് ഇബ്നു ഖുദൈർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. അദ്ദേഹം മൗസിൽപ്പെട്ട സഹാബിയാണ്. അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് സഅദ് ഇബ്നു ഉബാദയോട് തിരിച്ചു മറുപടി പറഞ്ഞു. കൊല്ലാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ സഹാബിയോട് ഉസൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കദബ്ത ലഅംറുല്ലാഹ് വല്ലാഹി ലനഖ്തുലുഹു, അല്ലാഹുവിൽ തന്നെയാണ് സത്യം, അല്ലാഹുവിന്റെ റസൂൽ എങ്ങാനും നിർദ്ദേശം തന്നാൽ അവനെ നമ്മൾ കൊല്ലുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു.
അങ്ങനെ സഹാബത്തിനിടയിൽ നിങ്ങൾ നോക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അനുഭവിക്കുന്ന പ്രയാസം, തന്റെ ഭാര്യയുമായി തന്റെ ഭാര്യയ്ക്കെതിരിൽ വന്നിരിക്കുന്ന ആരോപണം, അതിൽ തീർപ്പ് കൽപ്പിക്കാൻ മിമ്പറിൽ എഴുന്നേറ്റ് നിന്ന് ജനങ്ങളോട് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സഹാബത്തിനിടയിൽ പരസ്പരം പ്രശ്നമായി. ഫസാറൽ ഹയ്യാൻ, ഔസും ഖസറജും പരസ്പരം പ്രശ്നത്തിലായി. ഹത്താ ഹന്നു അൻ യഖ്തതിലു, അവർക്കിടയിൽ രക്തം ചിന്തുമെന്ന അവസ്ഥയിലെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖായിമുൻ അലൽ മിമ്പർ. ഞാൻ പൊതുവെ പറയാറുള്ളത് പോലെ നമ്മൾ പ്രവാചകനെ നമുക്ക് ചില ഹദീസുകൾ പറഞ്ഞു തരുന്ന ഒരു വ്യക്തിയായൊക്കെ നമ്മൾ പറയുന്നെങ്കിലും ഒരു മനുഷ്യനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടത്തേക്ക് പ്രയാസങ്ങളുണ്ട്, അവിടത്തേക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയുടെ വിഷയം ഇവിടെ തീർപ്പാക്കാൻ നോക്കുമ്പോൾ സഹാബത്തിനിടയിൽ പ്രശ്നങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അവരുടെ ശബ്ദം ഉയർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ അവസാനം അവർ മിണ്ടാതിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇറങ്ങിപ്പോയി. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അവർ വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് ഉറക്കു വരുന്നില്ല. അങ്ങനെ അവരുടെ വീട്ടിൽ അവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നിടത്തേക്ക് ഒരിക്കൽ അവരുടെ ഉപ്പയും ഉമ്മയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമ്മു റുമാൻ റളിയല്ലാഹു അൻഹയും അവിടേക്ക് വന്നു. ചില റിവായത്തുകളിൽ കാണാം 2 രാത്രിയും 1 പകലും ആയിഷ റളിയല്ലാഹു അൻഹ നിരന്തരം കരഞ്ഞുകൊണ്ടേയിരുന്നു. വല്ലാതെ പ്രയാസമായി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം തന്നെ താറുമാറാകുമെന്ന രൂപത്തിൽ, അവർക്ക് എന്തെങ്കിലും ശരീരത്തിന് സംഭവിക്കുമെന്ന രൂപത്തിൽ അവർ കരഞ്ഞുകൊണ്ടേയിരുന്നു. فبينما هما جالسان عندي وانا ابكي, ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, അവർ രണ്ടുപേരും എൻ്റെ അരികിലുണ്ട്, ഞാൻ ആവട്ടെ കരയാണ്. ഇദസ്തഅദനത് ഇംറഅതു മിനൽ അൻസാർ, അൻസാരികളിൽപ്പെട്ട ഒരു സ്ത്രീ എൻ്റെ അരികിലേക്ക് വന്നു. ഫഅദിൻതു ലഹ, ഞാൻ അവരോട് കയറിക്കോളൂ എന്ന് പറഞ്ഞു. ഫജലസത് തബ്കി മഇ, അവരും എൻ്റെ കൂടെ ഇരുന്നു, എൻ്റെ വിഷമത്തിൽ അവരും പങ്കുചേർന്നു. ഫബൈന നഹ്നു കദാലിക്, അങ്ങനെ ഞങ്ങളെല്ലാവരും, ഞാനും അൻസാരിയായ സ്ത്രീയും എൻ്റെ ഉപ്പയും ഉമ്മയും ഞങ്ങളൊക്കെ ഇരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. ഫജലസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, വലം യജ്ലിസ് ഇൻദി മിൻ യൗമി ഖീല ഫിയ മാ ഖീല ഖബ്ലഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ വിഷയത്തിൽ ആരോപണം വന്ന ദിവസം മുതൽ ഇങ്ങനെ എൻ്റെ അരികിൽ വന്നിരുന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇതിൽ നമുക്കുള്ളൊരു പാഠം എന്താണ്? ഇതല്ലാത്ത സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് സംസാരിക്കാറുണ്ട്, അവരുടെ കൂടെ സമയം ചെലവഴിക്കാറുണ്ട്. ഇന്ന് ചില ഭർത്താക്കന്മാർ, അവർക്ക് ഭാര്യമാരോട് സംസാരിക്കാൻ സമയമില്ല, ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോട് സംസാരിക്കാൻ സമയമില്ല. വീട്ടിൽ കയറുമ്പോൾ തന്നെ കയ്യിൽ മൊബൈലുമായി കയറുന്നവർ, ഫാമിലി ടൈം നൽകാൻ സമയമില്ലാത്തവർ. ഇത് പ്രിയപ്പെട്ടവരെ വളരെ ഗുരുതരമായ കാര്യമാണ്. ഭാര്യമാർക്ക് അവരോടുള്ള ഹുഖൂഖുകൾ നമ്മൾ പാലിക്കാൻ തയ്യാറാകണം. ഭാര്യമാർ ഭർത്താക്കന്മാരോട് അവർക്കുള്ള ബാധ്യതകൾ പാലിക്കാൻ തയ്യാറാകണം. ഏത് വിഷയത്തിലാണെങ്കിലും. ചിലപ്പോൾ ഹൈറായ കാര്യങ്ങളിൽ സമയം ചെലവഴിക്കുന്നവർ, ചില സ്ത്രീകളെ കുറിച്ച് എന്നോട് ഒരു സഹോദരൻ പറഞ്ഞിരുന്നു, അവരുടെ ഭാര്യ വലിയ ഹൈറിലാണ്, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, പക്ഷേ ഏത് സമയവും പഠിപ്പിക്കുന്നതിൽ സമയം ചെലവഴിക്കുന്നു. പാടില്ല. ഭർത്താവിനോട് ഹുഖൂഖുകളുണ്ട്, അവരോട് ബാധ്യതകളുണ്ട്, അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് നോക്കൂ, എനിക്കെതിരിൽ ആരോപണം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ കൂടെ ഇരുന്നില്ല. നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് രോഗം വന്നാൽ പ്രവാചകൻ എന്നോട് പറയുന്നത് പോലെയല്ല ഈ രോഗം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേ ഉള്ളത് എന്ന് പറഞ്ഞാൽ, രോഗം വന്നാൽ ഭാര്യയെ ഏറ്റവും നല്ല രൂപത്തിൽ പരിചരിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദിയിൽപ്പെട്ടതാണ്. അതാണ് ഭാര്യമാർക്ക് നമ്മൾ നൽകേണ്ടത്, അതാണ് ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് നൽകേണ്ടത്. പരസ്പരം സംസാരിക്കാൻ ഒരു സമയം കണ്ടെത്തണം, പരസ്പരം മക്കളോട് സംസാരിക്കാൻ, അവരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഒരു സമയം നമ്മൾ കണ്ടെത്തണം. പറഞ്ഞു വന്നത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അരികിൽ വന്നു. ഫതശഹദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ജലസ്, എൻ്റെ അരികിൽ ഇരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരം തുടങ്ങുന്നതിന് മുമ്പ് പറയേണ്ട അദ്കാറുകൾ അല്ലെങ്കിൽ തശഹൂദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ശേഷം പറഞ്ഞു, അമ്മാ ബഅദ് യാ ആയിഷ, ആയിഷ ഫഇന്നഹു ഖദ് ബലഗനി അൻകി കദാ വകദാ, ആയിഷ നിന്നെക്കുറിച്ച് ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. ഫഇൻ കുൻത, നീ പറഞ്ഞിരിക്കുന്ന ആരോപണത്തിൽ നിന്ന് മുക്തയാണെങ്കിൽ സുബ്ഹാനഹു വ തആല തെളിയിക്കും. വഇൻ കുൻതി അൽമംതി ബിക്കും, കാരണം ഒന്നിക്കൽ സ്ഥലത്തിന്റെ പ്രശ്നം, എന്തെങ്കിലും ചെറിയ ചെറിയ ജിപ്പുകൾ. നോക്കൂ നിങ്ങൾ, മിസ്സഹ് റളിയല്ലാഹു അൻഹു ആയിഷയെ, പ്രവാചകന്റെ പത്നിയെ, അബൂബക്കറിന്റെ മകളെ, ഈ ഉമ്മത്തിലെ ഏറ്റവും ഖൈറായവരെ അവരെ ആരോപിച്ചു. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു അൻ അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ആഗ്രഹിച്ചപ്പോൾ അവർ പറഞ്ഞു, ലാ അൻസിഉഹാ മിൻഹു അബദൻ, മിസ്സഹിന് എന്റെ സഹായം ഒരിക്കലും ഞാൻ നിർത്തുകയില്ല എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാം, وكان رسول الله صلى الله عليه وسلم سأل زينب بنت جحش زوج النبي عليه الصلاة والسلام عن أمري, പ്രവാചകൻ എന്റെ വിഷയത്തിൽ ആരോപണം വന്നപ്പോൾ അലിയിനോടും ഉസാമനോടും ബരീറയോടൊക്കെ ചോദിച്ചതുപോലെ സൈനബ് ബിൻത് ജഹ്ഷിനോടും എന്നെ കുറിച്ച് ചോദിച്ചിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഭാര്യയാണ്.
മാ അലിംതി ഔ മാ റഅയ്തി, സൈനബേ ആയിഷയുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും സംശയമുള്ളത് നീ കണ്ടിരുന്നു? ആയിഷയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് അറിയോ? ഫഖാലത്, സൈനബ് റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ റസൂലല്ലാഹ്, പ്രവാചകരെ, അഹ്മി സമഇ വബസരി, ഞാൻ എൻ്റെ കണ്ണുകളെയും എൻ്റെ കാതുകളെയും ഞാനിതാ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുകയാണ്. വല്ലാഹി, അല്ലാഹുവിൽ തന്നെയാണ് സത്യം, മാ അലിംതു ഇല്ലാ ഖൈറ, നന്മയല്ലാതെ എനിക്ക് അവരെ കുറിച്ച് അറിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, നന്മയല്ലാതെ അവരെ കുറിച്ച് എനിക്കറിയില്ല. സ്വന്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയുന്ന വാക്കുകളാണ് ഇത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വലിയ പാഠമാണ്. ഒരാളോട് നമുക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ, ഒരാളോട് നമുക്ക് എന്തെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ, അയാളിൽ കുറ്റം പറയാൻ ലഭിക്കുന്ന ഒരു സാഹചര്യം, നമ്മൾ തമ്മിൽ എന്തെങ്കിലും കച്ചവടം ചെയ്ത് പണ്ട് പിരിഞ്ഞിട്ടുണ്ടാകാം, ഇന്ന് അയാളെ പറ്റി എന്തെങ്കിലും ഒരു മോശമായ വർത്തമാനം കേട്ടാൽ അത് അയാൾക്കെതിരിൽ നമ്മൾ പ്രചരിപ്പിക്കാൻ പാടില്ല. അയാൾക്കെതിരിൽ ഒരു അവസരം ലഭിച്ച് അത് മുതലെടുക്കാൻ പാടില്ല. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വതഹ്സബൂനഹു ഹയ്യിന, നമ്മൾ ഇതൊക്കെ നിസാരമായി കണ്ടാലും വഹുവ ഇൻദല്ലാഹി അളീം, അല്ലാഹുവിങ്കൽ ഗുരുതരമായ കാര്യമായിരിക്കും. അതുകൊണ്ട് ആളുകളോട് മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുമ്പോൾ, മറ്റുള്ളവരുടെ അഭിമാനത്തിൽ സംസാരിക്കുമ്പോൾ എപ്പോഴും നാം ശ്രദ്ധിക്കണം. മറ്റുള്ളവരുടെ കുടുംബം എപ്പോഴും സുരക്ഷിതമായി ജീവിക്കാൻ ഒരു കുടുംബം എന്ന നിലയിൽ നമ്മുടെ കുടുംബം ആഗ്രഹിക്കണം. മറ്റുള്ളവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. മറ്റുള്ളവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകാനല്ല ഒരു മുസ്ലിം ആഗ്രഹിക്കേണ്ടത്. മറിച്ച് എൻ്റെ കുടുംബം എത്രയും ഭംഗിയായി പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ അവരുടെ കുടുംബവും നല്ല രൂപത്തിൽ പോകണം. ആയിഷ റളിയല്ലാഹു അൻഹ സൈനബിനെ കുറിച്ച് പറയാണ്, എന്തുകൊണ്ടായിരുന്നു സൈനബ് എനിക്കെതിരിൽ ഒന്നും പറയാതിരുന്നത്? ഫഅസമഹല്ലാഹു ബിൽ വറ, സൈനബിന്റെ ഭയഭക്തി, അവരുടെ തഖ്വ അതിന്റെ തടസ്സമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതം നയിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലൊക്കെ ആളുകൾ മറ്റുള്ളവരെ കുറിച്ച്, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ കുറിച്ച് എന്തെങ്കിലും അപവാദങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ സമൂഹത്തിൽ വ്യാപകമായി നടക്കുന്ന കാര്യങ്ങളാണ്. എന്തെങ്കിലും സ്ഥലത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, അതായിരിക്കും പ്രശ്നത്തിന്റെ തുടക്കം. പിന്നീട് അവരെ കുറിച്ച് നമ്മൾ കേൾക്കുന്നതൊക്കെ ആളുകളോട് പറഞ്ഞു നടക്കും. അവരോട് നമുക്ക് ദേഷ്യമാണ്. നമ്മളത് പിന്നെ ദീനിന്റെ മസലകളാക്കി മാറ്റും. നമ്മുടെ സഹോദരങ്ങൾക്കിടയിൽ നടക്കുന്ന പ്രശ്നം അതാണ്. കച്ചവടം ചെയ്ത് പരസ്പരം തെറ്റിപ്പിരിഞ്ഞവരായിരിക്കും, പക്ഷെ അത് ദീനുമായി എന്തെങ്കിലും ബന്ധപ്പെടുത്തും. പിന്നെ ആരെങ്കിലും ചോദിച്ചാൽ പറയും ദീനി വിഷയമാണ്, വാസ്തവത്തിൽ കച്ചവടം ഇടപാടായിരിക്കാം. ഈ രൂപത്തിൽ ആളുകൾക്കെതിരിൽ ഒരു അവസരം ലഭിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ അത് ഉപയോഗിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു മുസ്ലിമിന്റെ രീതിയല്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. മറിച്ച് മറ്റുള്ളവരുടെ കുടുംബത്തിന്റെ സംരക്ഷണത്തിന് നമുക്ക് എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് അത് നമ്മൾ ചെയ്യുക. ശേഷം അല്ലാഹു പറയുന്നു, ഇങ്ങനെ ആരോപണങ്ങൾ വന്നാൽ, മറ്റുള്ളവരെ കുറിച്ച് നിങ്ങളുടെ അരികിലേക്ക് വാർത്ത എത്തിയാൽ, അവൻ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞാൽ, അവന് ഇന്ന പെണ്ണുമായി ഹറാമായ ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അല്ലാഹു പറയുന്നു, ലൗലാ ഇദ് സമിഅ്തുമൂഹു വന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബിഅൻഫുസിഹിം ഖൈറ വഖാലു ഹാദാ ഇഫ്കും മുബീൻ. ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ എന്തുകൊണ്ട് മുഅ്മിനീങ്ങളായ ആണും പെണ്ണും അവരെ കുറിച്ച് നല്ലത് ചിന്തിച്ചിട്ടില്ല? എന്തുകൊണ്ട് അവരെ കുറിച്ച് നല്ലത് ചിന്തിച്ചിട്ടില്ല? നമ്മൾ എപ്പോഴും നല്ലതാകാൻ ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവരും നല്ലതാകണം എന്നൊരു ചിന്തയിൽ വിഷയങ്ങൾ എടുക്കാമായിരുന്നു. അങ്ങനെയായിരുന്നു നിങ്ങൾ എടുക്കേണ്ടത്. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞതുപോലെ, ലൗലാ ഇദ് സമിഅ്തുമൂഹു ഖുൽതും മാ യകൂനു ലനാ അൻ നതകല്ലമ ബിഹാദാ സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അളീം. ഒരു മുസ്ലിമിനെ കുറിച്ച് നിന്റെ അരികിൽ ഒരു അപവാദം എത്തിക്കഴിഞ്ഞാൽ അത് പ്രചരിപ്പിക്കുകയല്ല വേണ്ടത്, അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയല്ല വേണ്ടത്. മറിച്ച് മാ യകൂനു ലനാ അൻ നതകല്ലമ ബിഹാദാ, ഇതെങ്ങനെ ഞാൻ സംസാരിക്കാനാണ്? എനിക്കറിയാത്ത കാര്യം, ഞാനുമായി ബന്ധമില്ലാത്ത കാര്യം, അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയില്ല എന്ന തീരുമാനമാണ് ഒരു മുസ്ലിം സ്വീകരിക്കേണ്ടത്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅ അൽ ഫാഹിഷതു ഫിൽ ലദീന ആമനു ലഹും അദാബുൻ അലീമുൻ ഫിദ് ദുനിയ വൽ ആഖിറ വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ. വ്യഭിചാരത്തിലേക്ക് മനുഷ്യരെ നയിക്കുന്ന ഓരോരോ കവാടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അടക്കുകയാണ്. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നാടുകളിൽ ഒരു സ്ഥലത്ത് നടക്കുന്ന തിന്മകൾ അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാതിരിക്കുക. അല്ലാഹു പറയുന്നു, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅ അൽ ഫാഹിഷ, തെറ്റുകൾ ആളുകൾക്കിടയിൽ പ്രചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഫിൽ ലദീന ആമനു ലഹും അദാബുൻ അലീമുൻ ഫിദ് ദുനിയ വൽ ആഖിറ വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ. അവർക്ക് ഇഹബറ ലോകത്ത് വലിയ പാപങ്ങളാണ്, വലിയ ശിക്ഷയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ തെറ്റുകൾ ആളുകളോട് പറഞ്ഞു നടക്കുക എന്നുള്ളത് ഗുരുതരമായ കാര്യമാണ്. ഇവിടെ പറയപ്പെട്ടിരിക്കുന്നത് വ്യഭിചാരവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും മറ്റു കാര്യങ്ങൾ, മറ്റു പാപങ്ങൾ പരസ്യമാകുക എന്ന് പറയുന്നത് ഗുരുതരമായ പാപമാണ്.
ഒരു വ്യക്തി ഒരു പാപം ചെയ്യുന്നത് പോലെ തന്നെ ഗുരുതരമായ മറ്റൊരു പാപമാണ് ആ പാപങ്ങൾ ആളുകളുടെ മുമ്പിൽ പറഞ്ഞു നടക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, കുല്ലു ഉമ്മത്തി മുആഫ ഇല്ലൽ മുജാഹിരീൻ, എൻ്റെ ഉമ്മത്തിൽ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് നൽകുന്നതാണ്, മാപ്പ് നൽകുന്നതാണ്, വിട്ടുവീഴ്ച നൽകുന്നതാണ്. ഇല്ലൽ മുജാഹിരീൻ, മുജാഹിരീങ്ങൾക്കൊഴികെ. സഹാബികൾ ചോദിച്ചു, തെറ്റുകൾ ചെയ്തവരെ കുറിച്ചാണ് പറയുന്നത്. തെറ്റുകൾ ചെയ്തവർക്ക് അല്ലാഹു വിട്ടുവീഴ്ച ചെയ്യും. ഇല്ലൽ മുജാഹിരീൻ, മുജാഹിരീങ്ങൾക്കൊഴികെ. സഹാബികൾ ചോദിച്ചു, പ്രവാചകരെ ആരാണ് ഈ മുജാഹിരീങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വ്യക്തി രാത്രിയിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ ആരും കാണാതെ എന്തെങ്കിലും ഒരു പാപം ചെയ്തു, ആരും കണ്ടിട്ടില്ല, വഖദ് സതറഹു അല്ലാഹ്, അല്ലാഹു അവനെ മറച്ചിരിക്കുകയാണ്, അവന്റെ പാപം ആരും അറിയില്ല, അവനും റബ്ബും മാത്രമേ അറിയുകയുള്ളൂ. പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ അവൻ ആളുകളുടെ അരികിൽ വന്നിട്ട് പറയാണ്, ഞാൻ ഇന്ന് ഹറാം ഇന്നലെ ചെയ്തിരുന്നു. നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ, മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ, ഞാൻ ഇന്ന സിനിമ ഇന്നലെ കണ്ടിരുന്നു, നീ ഒന്ന് പോയി കണ്ടു നോക്ക് എന്ന് പറയുന്നവർ. ഇന്നലെ പുതിയൊരു പാട്ട് റിലീസായിട്ടുണ്ട്, നല്ല പാട്ടാണ്, നീ ഒന്ന് കേട്ടു നോക്ക് എന്ന് മറ്റുള്ളവരോട് പറയുന്നവർ. ഈ രൂപത്തിൽ തങ്ങൾ ചെയ്തിരിക്കുന്ന തെറ്റുകൾ മറ്റുള്ളവരോട് പറയുന്നവർ, അവർക്കൊരിക്കലും, അല്ലെങ്കിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് നൽകില്ല, വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരിക്കലും തെറ്റുകൾ മറ്റുള്ളവരോട് പറയാൻ പാടില്ല, അത് സംഭവിച്ച തെറ്റുകളാണെങ്കിൽ പോലും. ഒരു വ്യക്തി കള്ളു കുടിക്കുന്നത് നമുക്കറിയാം, ഒരു വ്യക്തി എന്തെങ്കിലും ഹറാമായ ഇടപാടുകൾ നടത്തിയത് നമുക്കറിയാം. അടിസ്ഥാനം മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാൻ പാടില്ല എന്നുള്ളതാണ്. നിന്റെ സഹോദരൻ അവൻ കളവ് പറഞ്ഞു, അല്ലെങ്കിൽ അവൻ കള്ളു കുടിച്ചു, അവൻ എന്തെങ്കിലും ഹറാമ് ചെയ്തു, അത് നിന്റെ മറ്റൊരു കൂട്ടുകാരന്റെ അരികിൽ പോയി അവൻ ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് നിന്നെ സംബന്ധിച്ചിടത്തോളം തിന്മയാണ്, അത് പറയാൻ പാടില്ല. തെറ്റുകൾ വ്യാപകമായി പറഞ്ഞു നടക്കാൻ പാടില്ല. ഒരു വ്യക്തി തെറ്റ് ചെയ്യുന്നത് പോലെയല്ല തെറ്റ് ചെയ്യാൻ മറ്റുള്ളവർക്ക് സൗകര്യമൊരുക്കി കൊടുക്കുന്ന ഇത്തരത്തിലുള്ള സംസാരങ്ങൾ നടത്തുക എന്ന് പറയുന്നു. നമ്മുടെ ആധുനിക കാലത്ത് നടക്കുന്ന ചില കാര്യങ്ങളാണ്. ജിമ്മ് നടത്തുന്ന ആളുകൾ, അവർ അവരുടെ വീടുകളിൽ മ്യൂസിക് കേൾക്കുന്നുണ്ടാകും, അവർ ഉറക്കെ ശബ്ദത്തിൽ മ്യൂസിക് വെക്കും. അത് കേൾക്കുന്ന ആളുകൾ ഈ ഹറാമ് കേൾക്കുന്നു, അതിന്റെ പാപം ഈ വ്യക്തിക്കാണ്. കഫേ നടത്തുന്ന ആളുകൾ, റെസ്റ്റോറന്റുകൾ നടത്തുന്ന ആളുകൾ ഉറക്കെ ശബ്ദത്തിൽ മ്യൂസിക്കുകൾ അവിടെ പ്ലേ ചെയ്യുന്നു, ആളുകൾ അവിടേക്ക് കയറി വരുന്നു. ഒരു വ്യക്തി സ്വന്തം ജീവിതത്തിൽ അവൻ ഹറാമ് കേൾക്കുന്നത് പോലെയല്ല മറ്റുള്ളവർക്ക് ഹറാമ് ചെയ്യാൻ വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തെറ്റുകൾ ചെയ്താൽ അവനെ അള്ളാഹു അത് മറച്ചു വെച്ചു കഴിഞ്ഞാൽ, അവൻ മറ്റുള്ളവരോട് പറഞ്ഞില്ലെങ്കിൽ എന്താ സംഭവിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പരലോകത്ത് പാപിയായ, തെറ്റുകൾ ചെയ്ത, ഹറാമുകൾ ചെയ്ത അടിമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കും. റിവായത്തിൽ കാണാം, യുദ്നില്ല, അല്ലാഹു അവനിലേക്ക് അങ്ങനെയുള്ള അടിമകളെ അടുപ്പിക്കും. നമ്മുടെ ജീവിതം നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മൾ തെറ്റുകൾ ചെയ്യുന്നവരാണ്, തെറ്റുകൾ നമ്മിൽ നിന്ന് സംഭവിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അങ്ങനെയുള്ള അടിമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് അടുപ്പിക്കും. ശേഷം അല്ലാഹു ഒരു മറ അവിടെ സ്വീകരിക്കും, ഒരു മറ വെക്കും. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ചോദിക്കും, ഇന്ന തെറ്റുകൾ നീ ദുനിയാവിൽ ചെയ്തിരുന്നില്ലേ? അവൻ അത് അംഗീകരിക്കും. വീണ്ടും ഇന്ന തെറ്റുകൾ ചെയ്തിരുന്നില്ലേ? അവൻ അത് അംഗീകരിക്കും. അവസാനം അവൻ നശിച്ചു എന്ന് തോന്നിയാൽ, അവന്റെ പാപങ്ങൾ അള്ളാഹു അവനോട് പറഞ്ഞിരിക്കുന്ന, ഒന്നിനു പിറകെ ഒന്നായി അള്ളാഹു പറഞ്ഞിരിക്കുന്ന പാപങ്ങൾ കേട്ട് താൻ നശിച്ചു എന്ന് അവന് തോന്നിക്കഴിഞ്ഞാൽ, പാപങ്ങൾ മറച്ചു വെച്ചിരിക്കുന്ന അടിമ, പാപം ചെയ്യാത്തവനല്ല, പാപം മറച്ചു വെച്ചിരിക്കുന്ന അടിമ, അവന്റെ പാപങ്ങൾ അള്ളാഹു അവനോട് എടുത്തു പറഞ്ഞ് അവൻ അംഗീകരിച്ച് അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയും, ഖദ് സതർതുഹാ ലക ഫിദ് ദുനിയ വഅന അഗ്ഫിറുഹാ ലക അൽയൗം, ദുനിയാവിൽ ആരും കാണാതെ നിന്റെ ഈ പാപങ്ങൾ ഞാൻ മറച്ചു വെച്ചിരുന്നു, ആരും അതറിയില്ല, ആരും കേട്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. വഅന അഗ്ഫിറുഹാ ലക അൽയൗം, നിന്റെ പാപങ്ങൾ ഇതാ ഇന്നേ ദിവസം ഞാൻ നിനക്ക് മഗ്ഫിറത്ത് നൽകുന്നു, വിട്ടുവീഴ്ച നൽകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ കുറിച്ച് കേൾക്കുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും അവർ ചെയ്യുന്ന തിന്മകളാണെങ്കിൽ പോലും ബാക്കിയുള്ള ആളുകളോട് പറഞ്ഞു നടക്കാൻ പാടില്ല. അതിന്റെ ഏറ്റവും വലിയ അപകടം എന്താണ്? തെറ്റുകൾ ആളുകൾക്കിടയിൽ പറയുന്നവർ, അവർക്ക് ഇത്രയും കഠിനമായ ശിക്ഷയുണ്ട് എന്നൊക്കെ അള്ളാഹു പറയുമ്പോൾ അതിന്റെ ഗൗരവം എന്താണ്? അതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നവരും മറ്റ് ചില സ്ഥലങ്ങൾ, ഇപ്പം മദീനയിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരനും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരനെ നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. മദീനയിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണ് ഹറാമായ രൂപത്തിൽ ശരീരത്തിന്റെ ഭാഗങ്ങൾ കാണിച്ച് വസ്ത്രം ധരിച്ച് പുറത്തേക്ക് ഇറങ്ങിയാൽ അവന്റെ മനസ്സിലുണ്ടാകുന്ന പ്രയാസം എത്രയോ വലുതായിരിക്കും. എന്നാൽ നമ്മുടെ നാട്ടിൽ അത് പതിവ് കാഴ്ചയാണ്.
നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തെറ്റിന്റെ ഗൗരവം നമ്മുടെ മനസ്സിൽ നിന്ന് കുറഞ്ഞു പോവുകയാണ്. അതുകൊണ്ടാണ് തെറ്റുകൾ ഒരിക്കലും പ്രചരിപ്പിക്കരുത് എന്ന് പറയുന്നത്. ഒരു വ്യക്തി സ്വന്തം ചെയ്യുന്നത് പോലെയല്ല തെറ്റുകൾ പ്രചരിപ്പിക്കുന്നതിന്റെ ഗൗരവം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു പറയുന്നു, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷതു ഫില്ലദീന ആമനു. വിശ്വാസികൾക്കിടയിൽ ഈ തെറ്റുകളൊക്കെ പ്രചരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ, അതേത് രൂപത്തിലാണെങ്കിലും ഏത് തെറ്റുകളാണെങ്കിലും, ഇവിടെ അള്ളാഹു പറഞ്ഞിരിക്കുന്നത് വ്യഭിചാരത്തെക്കുറിച്ചാണെങ്കിൽ, വ്യഭിചാരവും ഇന്ന് പ്രചരിക്കാൻ സഹായിക്കുന്ന എത്രയെത്ര ആളുകളുണ്ട്. ഇന്ന് നിങ്ങൾ നോക്കിയാൽ പ്ലേ സ്റ്റോറുകളിലും മറ്റുമൊക്കെ ചില ആപ്പുകൾ ലഭ്യമാണ്. എന്താണ് ഈ ആപ്പുകളുടെ ഉദ്ദേശം? കൂട്ടുകാരികളില്ലാത്തവർക്ക് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിലൊരു എന്തെങ്കിലും ഒരു പേയ്മെന്റ് ചെയ്താൽ അവർക്ക് കൂട്ടുകാരികളെ ലഭിക്കും, പെൺകുട്ടികളെ ലഭിക്കും, അവരോട് സംസാരിക്കാൻ. അതിന്റെ പരസ്യങ്ങൾ വരുന്നത് ആരുമില്ലാത്തവർക്ക് തുണയാകാൻ എന്ന രൂപത്തിലൊക്കെ ഇങ്ങനെ ഷർറുകളിലേക്ക്, മനുഷ്യനെ മ്ലേച്ഛതകളിലേക്ക് കൊണ്ടുപോകുന്ന എത്രയെത്ര സംവിധാനങ്ങൾ. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ ഫില്ലദീന ആമനു. ജനങ്ങൾക്കിടയിൽ ഈ വൃത്തികേടുകൾ പ്രചരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. അപ്പുറത്തെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു ഹറാമ് നടന്നിരുന്നു, അവരിങ്ങനെ ഒരു മോശമായ ഇടപാട് നടത്തിയിരുന്നു, അത് ബാക്കിയുള്ള കുടുംബത്തിൽ ചെന്ന് പറയുന്നവർ ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ ഫില്ലദീന ആമനു. വിശ്വാസികൾക്കിടയിൽ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന, അവർക്കിടയിൽ ഈ തെറ്റുകളൊക്കെ പ്രചരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അല്ലാഹു പറയുന്നു, ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയ വൽ ആഖിറ. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹപര ലോകത്ത് കഠിനമായ ശിക്ഷയാണ് അല്ലാഹു മുന്നറിയിപ്പ് നൽകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വീടുകളിലെ പ്രൈവസി നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ വീടുകളിലെ പ്രൈവസിയും നമ്മൾ സൂക്ഷിക്കുക. അത് ബാക്കിയുള്ളവരെ മുമ്പിൽ പിച്ചി ചീന്തുന്ന അവസ്ഥയിൽ അവരെ കുറിച്ച് നമ്മളൊന്നും പറയാതിരിക്കുക. അല്ലാഹു ശേഷം പറയുന്നു, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതു മാ സകാ മിൻകും മിൻ അഹദിൻ അബദ. നിങ്ങളുടെ കൂട്ടത്തിൽ ഈ വൃത്തികേടുകളിൽ നിന്നും മറ്റൊക്കെ മാറി നിൽക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അവരെപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ ഈ ഫിത്നയിൽ ചെന്ന് പെട്ടിട്ടില്ലെങ്കിൽ, വ്യഭിചാരത്തിലേക്കും ഈ പറയുന്ന ഹറാമുകളിലേക്കും ചെന്ന് പെട്ടിട്ടില്ലെങ്കിൽ അത് നമ്മുടെ മിടുക്ക് കൊണ്ട് മാത്രമല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരിശുദ്ധിപ്പെടുത്തിയത് കൊണ്ടാണ് എന്നത് നിങ്ങൾ മനസ്സിലാക്കുകയും ഈ പരിശുദ്ധി മറ്റുള്ളവർക്കുണ്ടാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. അതുകൊണ്ടാണ് സെയ്ദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുള്ള ദുആകളിൽ പെട്ടതാണ്, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ. അല്ലാഹുവേ, എൻ്റെ നഫ്സിന് നീ തഖ്വ നൽകണം, നിന്നെ ഭയപ്പെട്ട് ജീവിക്കാൻ, ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാൻ, തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാൻ എൻ്റെ ഹൃദയത്തിന്, എൻ്റെ നഫ്സിന്, ശരീരത്തിന് നീ സൗഭാഗ്യം നൽകണം. കാരണം നഫ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, അല്ലാഹു പറഞ്ഞു, വമാ ഉബർരിഉ നഫ്സി ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ. തിന്മകളാണ് എപ്പോഴും മനുഷ്യ ശരീരം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക, തെറ്റ് ചെയ്യാൻ, ഹറാമിലേക്ക് പോകാൻ. ഭാര്യ ഉണ്ടാകും ഒരു ഭാഗത്ത്, അന്യ പെണ്ണുമായി ബന്ധം സ്ഥാപിക്കാൻ മനസ്സ് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇത് പിശാചിന്റെ കെണിയാണ്. അതല്ലെങ്കിൽ തനിക്ക് ഭാര്യ ഉണ്ടായിട്ടും ഇന്ന് എന്തുകൊണ്ടാണ് ആളുകൾ ഹറാമായ ബന്ധങ്ങളുടെ പിന്നാലെ പോകുന്നത്? ഹറാമായ ബന്ധങ്ങളുടെ പിന്നാലെ പലപ്പോഴും ആളുകൾ പോകുന്നതിന്റെ ലക്ഷ്യം എന്താണ്? പിശാച് അവർക്കത് ഭംഗിയാക്കി തോന്നിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ ദുആയിൽ അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ, എന്റെ സഹോദരങ്ങൾ ജീവിതത്തിൽ പതിവാക്കേണ്ട ദുആയാണ്, അല്ലാഹുവേ എന്റെ നഫ്സിന് നീ തഖ്വ നൽകണം. വസക്കിഹ, അല്ലാഹുവേ നീ അതിനെ പരിശുദ്ധിപ്പെടുത്തണം. അൻത ഖൈറു മൻ സക്കാഹ, അതിനെ പരിശുദ്ധിപ്പെടുത്തുന്നവരിൽ ഏറ്റവും നല്ലവൻ നീയാണ്, നീയാണ് റബ്ബി അതിനെ പരിശുദ്ധിപ്പെടുത്തേണ്ടത്. അൻത വലിയുഹ വമൗലാഹ, അല്ലാഹുവേ നീയാണ് അതിന്റെ ഉടമസ്ഥൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ തെറ്റുകളും കുറവുകളും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുക എന്നത് ഒരിക്കലും ഒരു മുസ്ലിമിന് യോജിച്ചതല്ല, ഒരു സാഹചര്യത്തിൽ ഒഴികെ. ഹസൻ അൽ ബസ്രി റഹിമഹുള്ള പറയുന്നു, ഇമാം ഇസ്മാഈലി അദ്ദേഹത്തിന് അൽ മുഅ്ജമിൽ ഉദ്ധരിച്ചതായി കാണാം, അയ്യുമാ റജുലിൻ അഅലന ബിൽ മആസി വലം യക്തുംഹ അന്നാസ്. ഒരു വ്യക്തി പരസ്യമായി പാപം ചെയ്തു, ജനങ്ങൾ കാണുന്ന രൂപത്തിൽ ഒരു വ്യക്തി പാപം ചെയ്തു കഴിഞ്ഞാൽ, കാന ദിക്റുക്കും ഇയാഹു ഹസനതൻ തുക്തബു ലക്കും, ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ആളുകളോട് പറഞ്ഞ് താക്കീത് ചെയ്യൽ നിങ്ങൾ ചെയ്യുന്ന നന്മയാണ്. കാരണം പരസ്യമായ തെറ്റുകൾ ചെയ്യുമ്പോൾ ആ പരസ്യമായ തെറ്റ് ആളുകൾ കാണുന്നു, ആളുകൾ ആ ഷർറിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അവിടെ നിങ്ങൾക്ക് ആ വ്യക്തിയെ താക്കീത് ചെയ്യാം, അയാളെക്കുറിച്ച് നിങ്ങൾ മറ്റുള്ളവരോട് പറയാം. وأيما رجل يعمل بالمعاصي فكتمها عن الناس, ഒരു വ്യക്തി ജനങ്ങൾ
കാണാതെ രഹസ്യമായി ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ കാന ദിക്റുക്കും ഇയ്യാഹു ഗീബ, നിങ്ങൾ അയാളെ കുറിച്ച് അത് പറഞ്ഞു നടക്കുക എന്നുള്ളത് ഗീബത്താണ് എന്ന് ഹസൻ അൽ ബസ്രി റഹിമഹുള്ള പറഞ്ഞതായി ഇസ്മാഈലി അദ്ദേഹത്തിന് അൽ മുഅ്ജമിൽ ഉദ്ധരിക്കുന്നതായി കാണാം. ഹാഫിദ് ഇബ്നു റജബ് അദ്ദേഹത്തിന് ജാമിഉൽ ഉലൂമി വൽ ഹികമിൽ ഈ വിഷയത്തിൽ കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് നമ്മുടെ കുടുംബജീവിതത്തിൽ എപ്പോഴും നല്ല കാര്യങ്ങൾ നമ്മൾ ജനങ്ങൾക്കിടയിലേക്ക് പ്രചരിപ്പിക്കുക. മറ്റുള്ളവരെ കുറിച്ച് മോശമായ വർത്തമാനങ്ങൾ, മറ്റുള്ളവരെ കുറിച്ച് അപവാദങ്ങൾ ഒരിക്കലും നമ്മുടെ നാവിൽ നിന്നുണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ഭാര്യമാരെ കുറിച്ച് ഭർത്താക്കന്മാർ, മക്കളെ കുറിച്ച് ഭർത്താക്കന്മാർ, മക്കളെ കുറിച്ച് ഉപ്പമാർ ഒരു കാരണവശാലും മറ്റുള്ളവരോട് മോശപ്പെട്ട വർത്തമാനങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ പാടില്ല. ഇപ്പൊ ചില ആളുകൾ അവരുടെ ഭാര്യ എന്തെങ്കിലും ഒരു മോശം സ്വഭാവം അവരിലുണ്ടെങ്കിൽ ബാക്കിയുള്ളവരോട് പറഞ്ഞു നടക്കും. പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഫ്റഖ് മുഅ്മിനു മുഅ്മിന ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ. ഒരാളും തന്റെ ഭാര്യയെ, മുഅ്മിനു മുഅ്മിനത്തിനെ മോശമായ രൂപത്തിൽ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കരുത്, മറ്റുള്ളവരോട് സംസാരിക്കരുത്. ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ, അവളിൽ എന്തെങ്കിലും മോശപ്പെട്ട ഒരു സ്വഭാവം ഇവൻ കണ്ടിട്ടുണ്ടെങ്കിൽ റളിയ മിൻഹാ ആഖർ, അവൻ ഇഷ്ടപ്പെടുന്ന മറ്റു സ്വഭാവങ്ങൾ അവളിലുണ്ടാകും. അതുകൊണ്ട് മോശമായ കാര്യങ്ങൾ ഭാര്യമാരെ കുറിച്ച് പറഞ്ഞു നടക്കുന്ന ആളുകൾ, ചില പെൺകുട്ടികൾ ഭർത്താക്കന്മാരെ കുറിച്ച് മോശമായി പറയും. പല രൂപത്തിൽ, നമുക്ക് വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് പല രൂപത്തിൽ സംസാരിക്കുന്നത്. ഇപ്പൊ ചില പെൺകുട്ടികളോട് വിവാഹത്തെക്കുറിച്ച് ചോദിച്ചാൽ അവരെന്താ പറയാ, ഞാനോ കല്യാണം കഴിച്ച് കുടുങ്ങിയിട്ടുള്ളത്, നീ ഇനി കല്യാണം കഴിക്കാൻ പോകണ്ട, കുറച്ച് കഴിഞ്ഞ് കല്യാണം കഴിച്ചാൽ മതി എന്ന് പറയുന്ന ആളുകൾ വാസ്തവത്തിൽ ഭർത്താവിനെ കുറ്റം പറയുന്നതല്ലേ, ഭർത്താവിനെ കുറ്റം പറയുന്നതല്ലേ. ഈ രൂപത്തിൽ മറ്റുള്ളവരെ കുറിച്ച് മോശമായി, ഭർത്താക്കന്മാരെ കുറിച്ച്, ഭാര്യമാരെ കുറിച്ച് മോശമായി സംസാരിക്കുക എന്നുള്ളത് വളരെ ഗുരുതരമായ കാര്യമാണ്. അതുപോലെ മക്കളെ കുറിച്ച് മറ്റുള്ളവരുടെ അരികിൽ പോയി മോശപ്പെട്ട സംസാരം നടത്തുക. ഇപ്പൊ ചില മാതാപിതാക്കൾ അങ്ങനെയാണ്, പ്രത്യേകിച്ച് ചില ഉപ്പമാർ. മക്കൾ അവർ ഉദ്ദേശിക്കുന്ന രൂപത്തിലല്ല വളരുന്നതെങ്കിൽ ഈ മക്കളെ കുറിച്ച് അവരുടെ കൂട്ടുകാരോട്, മറ്റുള്ളവരോട് മോശപ്പെടുത്തി സംസാരിക്കും. ഒരു പറഞ്ഞാൽ കേൾക്കുന്നില്ല, ആ മകൻ നല്ല രൂപത്തിൽ ജീവിക്കുന്നവനായിരിക്കാം, പക്ഷെ അവരെ കുറിച്ച് ഈ ഉപ്പ ഉദ്ദേശിക്കുന്നത് പോലെയല്ല ജീവിക്കുന്നത് എന്ന കാരണത്താൽ ആ മക്കളെ കുറിച്ച് കുറ്റം പറഞ്ഞു നടക്കുന്ന പിതാക്കൾ, അതൊരിക്കലും പ്രിയപ്പെട്ടവരെ ചെയ്യാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ 24-ാം വചനത്തിൽ പറഞ്ഞതുപോലെ യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനൂ യഅമലൂൻ. പരലോകത്തെത്തിയാൽ നമ്മുടെ കൈകൾ, അതുപോലെ തന്നെ നമ്മുടെ നാവുകൾ, നമ്മുടെ കാലുകൾ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സാക്ഷ്യം പറയുന്ന ഒരു ദിവസം വരാനുണ്ട്. ഇപ്പം നമ്മൾ വാട്സപ്പിൽ നമുക്കൊരു മെസ്സേജ് വന്നു, ഇന്ന ആൾക്ക് ഇന്ന ഹറാമായൊരു ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഇന്ന വ്യക്തി ഇന്ന രൂപത്തിൽ എന്തെങ്കിലും ഹറാമ് ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും ഒരു മെസ്സേജ് നമുക്ക് വന്നു, നാം ആ മെസ്സേജ് മറ്റൊരാൾക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തു. യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം, കൈകൾ അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷ്യം പറയുന്ന ദിവസം വരാനുണ്ട്. ഒരു ഹറാമ് കേൾക്കാൻ നാം നടന്നുപോയി, വഅർജുലുഹും, കാലുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയുന്ന ഒരു ദിവസം വരാനുണ്ട്. വിഷയം നിസാരമല്ല, വിഷയം ഗൗരവമുള്ളതാണ്. വഅൽസിനതുഹും, നമ്മുടെ നാവുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷ്യം പറയുന്ന ഒരു ദിനം പ്രിയപ്പെട്ടവരെ നമുക്ക് വരാനുണ്ട്. അയൽവാസികളെ കുറിച്ച്, നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വെറുപ്പുള്ളവരെ കുറിച്ച് ഒരു അവസരം ലഭിച്ചെന്ന് കരുതി അവരെ കുറിച്ച് മോശമായ വർത്തമാനം പറഞ്ഞാൽ, ഭാര്യ ഭർത്താവിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനോ കല്യാണം കഴിച്ചു കുടുങ്ങി, നീയും ഇനി കുടുങ്ങാൻ നിൽക്കണ്ട എന്നൊരു പെണ്ണ് മറ്റൊരു പെണ്ണിനോട് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നിന്റെ ഭാര്യയെക്കുറിച്ച്, നിന്റെ ഭർത്താവിനെ കുറിച്ച് നീ ഗീബത്ത് പറഞ്ഞതാണ്. നിന്റെ ഭാര്യയിലുള്ള മോശപ്പെട്ട എന്തെങ്കിലും ഒരു സ്വഭാവം, അല്ലെങ്കിൽ നിന്റെ ഭാര്യയെക്കുറിച്ച് മറ്റൊരാളോട് നീ മോശമായി സംസാരിച്ചാൽ അത് ഗീബത്താണ്. പരലോകത്തെത്തിയാൽ യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും, കൈകാലുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷ്യം പറയും, നാവുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷ്യം പറയും. മോശപ്പെട്ട ഒരു മെസ്സേജ് ആരെങ്കിലും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, കുടുംബത്തിൽ ആരെങ്കിലും കുറ്റം പറയുന്ന ഒരു മെസ്സേജ് ഫാമിലി ഗ്രൂപ്പിൽ ഒരാൾ പോസ്റ്റ് ചെയ്തു, അതിന്റെ താഴെ നമുക്ക് അയാളോട് ദേഷ്യമുള്ളത് കൊണ്ട് ആ മെസ്സേജിന് പോയി ലൈക്ക് അടിച്ചു കൊടുത്താൽ യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം, ഈ കൈകൾ അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷ്യം പറയും. പ്രിയപ്പെട്ടവരെ, സോഷ്യൽ മീഡിയയും മറ്റുമൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ഗൗരവത്തിൽ വിഷയങ്ങളെ നാം കാണണം, വളരെയധികം ഗൗരവത്തിൽ എടുക്കണം. ആളുകളെ കുറിച്ച് അപവാദങ്ങൾ പറയുക എന്നുള്ളത്, ആളുകൾക്കെതിരിൽ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് ഗുരുതരമായ പാപമാണ്. വതഹ്സബൂനഹു ഹയ്യിന വഹുവ ഇൻദല്ലാഹി അളീം, നിങ്ങളത് നിസ്സാരമായി കണ്ടാലും അല്ലാഹുവിന്റെ അരികിൽ വളരെ ഗൗരവമുള്ള കാര്യമാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അല്ലാഹു പറഞ്ഞു ഖുദ്സിയായ ഹദീസിൽ, കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഷഹീദ, മനുഷ്യനോട്
പരലോകത്തെത്തിയാൽ അള്ളാഹു മനുഷ്യരെയും ജിന്നുകളെയും ഒക്കെ വിചാരണ ചെയ്യുമ്പോൾ അള്ളാഹു പറയും കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഷഹീദ, നിന്റെ വിഷയത്തിൽ സാക്ഷിയായി നീ തന്നെ മതിയായതാണ്. വബിൽ കിറാമിൽ കാതിബീന ഷുഹൂദ, നിന്റെ ഏടുകളൊക്കെ തയ്യാറാക്കിയ മലായികത്തുകൾ നിന്റെ മേൽ സാക്ഷികളായി മതിയായതാണ്. ഫയുഖ്തമു അലാ ഫീ, അവന്റെ വായയിൽ സീൽ വെക്കപ്പെടും. ഫയുഖാലു ലി അർകാനി, അവന്റെ അവയവങ്ങളോട് പറയും ഇൻതിഖി, നീ സംസാരിക്കുക. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഫതൻതിഖു ബിഅഅമാലി, അവൻ ചെയ്തിരിക്കുന്ന കർമ്മങ്ങളുമായി അവന്റെ അവയവങ്ങൾ സംസാരിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അവയവങ്ങൾ സംസാരിക്കുന്ന ഒരു ദിവസം പ്രിയപ്പെട്ടവരെ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ ഇതിനേക്കാളും വലിയൊരു നസീഹത്ത് നമുക്ക് എന്താണുള്ളത്? അവയവങ്ങൾ സംസാരിക്കുന്ന ഒരു ദിവസം. നിന്റെ ഭാര്യയോട് മോശപ്പെട്ട ഒരു ആംഗ്യം നീ കാണിച്ചാൽ, നിന്റെ കണ്ണുകൊണ്ട് ഒരു ആംഗ്യം കാണിച്ചാൽ, നിന്റെ കണ്ണ് നാളെ റബ്ബിന്റെ മുമ്പിൽ നിനക്കെതിരെ സാക്ഷി പറയും. നിന്റെ വിരലുകൾ നാളെ റബ്ബിന്റെ മുമ്പിൽ നിനക്ക് സാക്ഷി പറയും. നിന്റെ കൈകാലുകൾ നാളെ റബ്ബിന്റെ മുമ്പിൽ നിനക്കെതിരെ സാക്ഷി പറയും. നിന്റെ ജീവിതത്തിൽ നിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ റബ്ബിന്റെ മുമ്പിൽ സാക്ഷ്യം പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എത്രമാത്രം സൂക്ഷ്മത പുലർത്തേണ്ട ഒരു സമൂഹമാണ് നമ്മൾ. എത്രമാത്രം സൂക്ഷ്മതയാണ് നമ്മൾ പുലർത്തേണ്ടത്. ധാർമ്മിക മൂല്യങ്ങൾ പഠിപ്പിക്കപ്പെട്ട ഒരു സമൂഹം, ഏറ്റവും നല്ല സ്വഭാവത്തിന് ഉടമയാകേണ്ട ഒരു സമൂഹം. പക്ഷേ ഇന്ന് തിന്മകളിൽ അകപ്പെടുമ്പോൾ, ഡ്രഗ്സിന്റെ പിന്നാലെ പോകുമ്പോൾ, ഹറാമുകളുടെ പിന്നാലെ പോകുമ്പോൾ, അന്യ പെണ്ണിന്റെ പിന്നാലെ പോകുമ്പോൾ, വ്യഭിചാരത്തിന്റെ പിന്നാലെ പോകുമ്പോൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന അധ്യാപനങ്ങൾ, ഇസ്ലാമിന്റെ മൂല്യങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നത്? നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷ്യം പറയുന്ന കൈകാലുകൾ, അവയവങ്ങൾ, ഇതൊക്കെ ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തിൽ വളരെ ഗൗരവമായി കാണാൻ നമ്മൾ തയ്യാറാകണം. ഒരിക്കലും ഭാര്യമാരെ കുറിച്ച് കുറ്റം പറയരുത്, മക്കളെ കുറിച്ച് കുറ്റം പറയാൻ പാടില്ല. അതുപോലെ നമ്മുടെ വീട്ടുകാർ, നമ്മുടെ കുടുംബങ്ങൾ, അവരെ കുറിച്ച് കുറ്റം പറയുന്നത് നാം എപ്പോഴും ഗൗരവത്തിൽ കാണുക. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കണ്ണുകളെ നിയന്ത്രിക്കാൻ, അതുപോലെ തന്നെ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാൻ അള്ളാഹു പറഞ്ഞിരിക്കുന്ന ഈ ആയത്തുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു 27-ാമത്തെ വചനത്തിൽ ഇസ്തിദ്ആനിന്റെ അഹ്കാമുകൾ, അഥവാ നമ്മൾ വീടുകളിലേക്ക് ചെന്നാൽ നമ്മൾ മറ്റു വീടുകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നാം സൂക്ഷിക്കേണ്ട, അവിടെ നാം പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്? നമ്മൾ കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ കുടുംബ വീടുകളിലേക്ക് പോകും, സുഹൃത്തുക്കളുടെ വീടുകളിലേക്ക് പോകും. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു. നിങ്ങൾ നോക്കൂ, എത്ര സുന്ദരമായ മതമാണ് ഇസ്ലാം, എത്ര സുന്ദരമായ മതമാണ്. ഏത് മേഖലയാണ് പഠിപ്പിക്കാതെ ഇസ്ലാം പോയിട്ടുള്ളത്? എല്ലാ മേഖലകളിലും അൽഹംദുലില്ലാഹ് അധ്യാപനങ്ങൾ. അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാ തദ്ഖുലു ബുയൂതൻ ഗൈറ ബുയൂതികും, മറ്റുള്ളവരുടെ വീടുകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല. ഹത്താ തസ്തഅനിസു വതുസല്ലിമു അലാ അഹ്ലിഹാ, നിങ്ങൾ അവിടെ ചെന്ന് അവരോട് അനുമതി ചോദിച്ച് സലാം പറയാതെ നിങ്ങൾ അവിടേക്ക് കയറാൻ പാടില്ല. ഒരു വീട്ടിൽ നിങ്ങൾ കയറുമ്പോൾ അനുമതി ചോദിക്കണം. ദാലികും ഖൈറുൽ ലക്കും ലഅല്ലക്കും തദക്കറൂൻ, അതായിരുന്നു നിങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ലത്. ഫഇല്ലം തജിദു ഫീഹാ അഹദൻ, നിങ്ങൾക്ക് ആ വീട്ടിൽ ആരെയും കാണാൻ പറ്റിയിട്ടില്ല, മറ്റൊരാളുടെ വീട്ടിലേക്ക് നിങ്ങൾ പോകുന്നു, ആ വീട്ടിൽ ആളുകളില്ല, കുടുംബ വീട്ടിലേക്ക് നിങ്ങൾ പോകുന്നു, ആ വീട്ടിൽ നിങ്ങൾ അനുമതി ചോദിച്ചു, വീട്ടിൽ നിന്ന് ആരും പുറത്തേക്ക് വരുന്നില്ല. ഫലാ തദ്ഖുലൂഹാ ഹത്താ യുഅ്ദന ലക്കും, നിങ്ങൾക്ക് അനുമതി ലഭിക്കുന്നത് വരെ നിങ്ങൾ അവിടെ കയറാൻ പാടില്ല. വൈൻ ഖീല ലക്കും ഇർജിഉ, തിരിച്ചു പോകണമെന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ ഫർജിഉ, നിങ്ങൾ തിരിച്ചു പോവുക. ദാലിക ഹുവ അസ്കാ ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇന്ന് പല വീടുകളിലും കുടുംബക്കാരുടെ വീടുകളിൽ ആളുകൾ ചെന്ന് കയറുന്നത് എങ്ങനെയാണ്? വീട്ടിൽ നേരെ കയറി ചെല്ലും, അടുക്കളയിലേക്ക് വരെ കയറി ചെല്ലും. അവിടെ ഒന്ന് ബെല്ലടിക്കാനോ അല്ലെങ്കിൽ അനുമതി ചോദിക്കാനോ സലാം പറഞ്ഞുകൊണ്ട് കയറട്ടെ എന്ന് ചോദിക്കാനോ പലരും തയ്യാറാകുന്നില്ല. വീടുകളിലേക്ക് കയറി പോകുന്നവർ അവരെ ഖുർആനിന്റെ വചനത്തിനെതിരായാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ മക്കൾക്ക് നാം തർബിയത്ത് കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബ വീടുകളിൽ, നമ്മുടെ ഉപ്പയുടെ സഹോദരന്റെ വീട്ടിൽ, നമ്മുടെ ഉപ്പയുടെ സഹോദരിമാരുടെ വീട്ടിൽ, നമ്മുടെ ഉമ്മയുടെ സഹോദരിമാരുടെ വീട്ടിൽ, അവരൊക്കെ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളല്ലേ എന്ന് പറഞ്ഞ് വീടുകളിൽ ചോദിക്കാതെ കയറാൻ നമ്മുടെ മക്കളെ നമ്മൾ ശീലിപ്പിക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ശീലവും നമുക്കുണ്ടാകാൻ പാടില്ല. അല്ലാഹു പറയുന്നു, ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസു വതുസല്ലിമു അലാ അഹ്ലിഹാ, ഒരു വീട്ടിൽ നിങ്ങൾ കയറുന്നതിന് മുമ്പ് അനുവാദം ചോദിക്കുക.
അതുപോലെ തന്നെ അവർക്ക് മേൽ നിങ്ങൾ സലാം പറയുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. കാരണം വീടുകളിൽ അവിടെയുള്ള സ്ത്രീകൾ ഒരുപക്ഷെ ആരുമില്ലാത്തത് കൊണ്ട് അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം മറ്റൊരാൾ കാണാൻ പറ്റുന്ന വസ്ത്രമാകണമെന്നില്ല, അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്ന ഒരു രൂപത്തിലായിരിക്കില്ല മറ്റൊരാൾ അവരെ കാണുന്നത്. അങ്ങനെയുള്ള ഹറാമുകൾ നമുക്ക് അനുവദിക്കപ്പെടാത്ത കാര്യങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മൾ കാണാൻ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും വസ്തു അവരുടെ വീട്ടിൽ അവർ വെച്ചിട്ടുണ്ടാകാം. ഇങ്ങനെ പലതും ഓരോരോ വീടുകൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോരോ വീടുകൾക്ക് അവരവരുടേതായ പ്രൈവസികളുണ്ട്. അത് നമ്മൾ മാനിക്കണം, അത് നമ്മൾ ജീവിതത്തിൽ പാലിക്കാൻ തയ്യാറാകണം. വീടുകളിലേക്ക് ഇടിച്ചു കയറി ചെല്ലുന്ന സ്വഭാവം അതൊരു മുസ്ലിമിന്റെ സ്വഭാവമല്ല. വീടുകളിലേക്ക് അനുമതി ചോദിക്കുക. നിങ്ങളുടെ വീടുകളിലേക്ക് കയറുന്നതല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീടുകളാണെങ്കിൽ അനുമതി ചോദിക്കണമെന്ന് അള്ളാഹുവിന്റെ നിർദ്ദേശം. ബനു ആമിറിൽപ്പെട്ട ഒരു സഹാബി ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു. പ്രവാചകൻ വീട്ടിലായിരുന്നു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അലിജു, ഞാൻ കയറിക്കൊള്ളട്ടെ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായിരുന്ന സെർവന്റിനോട് പറഞ്ഞു, ഉഖ്റുജ് ഇലാ ഹാദാ ഫഅല്ലിമുഹുൽ ഇസ്തിദാൻ, ആ വ്യക്തിയോട് താങ്കൾ എങ്ങനെയാണ് അനുമതി ചോദിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. ഫഖുൽ ലഹു, താങ്കൾ അദ്ദേഹത്തോട് പറയുക, അസ്സലാമു അലൈക്കും അഅദ്ഖുൽ, താങ്കൾ ഇങ്ങനെയാണ് ചോദിക്കേണ്ടത്. സലാം പറഞ്ഞ ശേഷം കയറട്ടെ എന്ന് ചോദിക്കണം. സലാം പറയുക, കയറട്ടെ എന്ന് ചോദിക്കുക. ഇതാ പുറത്തെ വ്യക്തി കേട്ടു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, സലാമു അലൈക്കും അഅദ്ഖുൽ, പ്രവാചകരെ സലാം പറഞ്ഞ ശേഷം ഞാൻ കയറിക്കൊള്ളട്ടെ എന്ന് ചോദിച്ചു. ഫഅദന ലഹു നബി അലൈഹി സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുമതി നൽകി എന്ന് ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാ ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ഇബ്നുൽ ഖയ്യിമും ഫൈറുസാബാദിയും ഈ ഹദീസ് സ്വീകാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അനുമതി ചോദിച്ച ശേഷമല്ലാതെ വീടുകളിൽ കയറരുത്. ഇത് വ്യാപകമായി നടക്കുന്ന തിന്മയാണ്. വീടുകളിൽ കയറി ചെല്ലുക. സഹോദരിയുടെ വീടാണെന്ന് പറയും, അല്ലെങ്കിൽ സഹോദരന്റെ വീടാണെന്ന് പറയും. അവിടെ അവരുടെ ഭാര്യമാരുണ്ടാകും, സഹോദരിയുടെ പെൺമക്കളുണ്ടാകാം. ഇനി മഹറമായ ആളുകൾ മാത്രമാണ് ആ വീട്ടിലെങ്കിൽ പോലും ഒരുപക്ഷെ നമ്മൾ കാണാൻ ആഗ്രഹിക്കാത്ത കാഴ്ചകൾ വീട്ടിലുണ്ടായേക്കാം. അതുകൊണ്ട് അനുമതിയില്ലാതെ മറ്റു വീടുകളിൽ കയറാൻ പാടില്ല. ഇനി നിങ്ങൾക്ക് അനുമതി ലഭിച്ചില്ലെങ്കിലോ അള്ളാഹു പറയുന്നു, വഇൻ ഖീല ലക്കും ഇർജിഉ, നിങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചു പോവുക. എന്നെ എങ്ങനെ മടക്കി അയക്കാം? അവരെന്നെ മടക്കി ഇനി ഒരിക്കലും ഞാൻ അങ്ങോട്ട് വരില്ല. അല്ല, ഓരോരോ വീട്ടുകാർക്കും അവരുടേതായ പ്രൈവസികളുണ്ട്, അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്. അതിനെ നമ്മൾ മാനിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ തയ്യാറാകണം. ഒരിക്കൽ ഞാൻ വന്നപ്പോൾ അവൻ എനിക്ക് വീട് തുറന്നു തന്നില്ല, ഇനി ഒരിക്കലും ഞാൻ അവനായിട്ട് പോകില്ല, അവനോട് എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന തീരുമാനമെടുക്കേണ്ടവരല്ല മുസ്ലിമീങ്ങൾ. മറിച്ച് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ സലാം പറഞ്ഞ് അനുമതി ചോദിക്കുക. ഇന്ന് ചില വീടുകളിൽ സലാം പറഞ്ഞാൽ കേൾക്കണമെന്നില്ല. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ പറഞ്ഞു, അങ്ങനെയുള്ള വീടുകളിൽ ബെല്ലടിച്ച് അവരുടെ അനുമതി ലഭിക്കുന്നത് വരെ നാം കാത്തിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ അൽ ഇസ്തിദാനു സലാസ്, 3 തവണ അനുമതി ചോദിക്കുക. ബെല്ലടിക്കുന്നതാണെങ്കിൽ ഒരു തവണ അടിക്കുക, 2, 3 അനുമതി ലഭിച്ചിട്ടില്ല എങ്കിൽ തിരിച്ചു പോവുക. സലാം പറഞ്ഞു, ഒരു വീട്ടിൽ നമ്മൾ പുറത്ത് ചെന്ന് സലാമു അലൈക്കും പറഞ്ഞു, 3 തവണ പറഞ്ഞു, വീട്ടിൽ നിന്ന് ആരും പുറത്തേക്ക് വന്നില്ല, തിരിച്ചു പോവുക. അതിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രയാസം തോന്നേണ്ട കാര്യമില്ല. ഇനി വീട്ടുകാരൻ വന്നിട്ട് പറയാണ്, ഇപ്പൊ നിങ്ങൾ പോകണം, പിന്നെ ഒരിക്കവ എന്ന് പറഞ്ഞാൽ അതിലും പ്രയാസം തോന്നേണ്ടതില്ല. ഇതൊക്കെ ആദാബുൽ ഇസ്തിദാനിൽ പെട്ടതാണ്. ഇസ്തിദാൻ ഒരു വീട്ടിൽ കയറി ചെല്ലേണ്ട മര്യാദകളിൽ പെട്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് ചില ആളുകൾ ചെയ്യുന്നത് പോലെ വീടുകളിലേക്ക് എത്തി നോക്കുക, വീടിന്റെ മുമ്പിൽ തന്നെ നിൽക്കുക. ഒരു വീട്ടിൽ കയറി ചെല്ലാൻ അനുമതി ചോദിക്കുമ്പോൾ അതിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുക, എന്നിട്ട് ആ വീട്ടിൽ എന്താ നടക്കുന്നത് നോക്കുക. പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, മൻ ഇത്തലഅ ഫീ ദാരി ഖൗമിൻ ബിഗൈരി ഇദ്നിഹിം, ആരെങ്കിലും മറ്റൊരാളുടെ വീട്ടിലേക്ക് എത്തി നോക്കിയാൽ അവരുടെ അനുമതിയില്ലാതെ, ഫഫഖഉ ഐന, അങ്ങനെ അവർ എന്തെങ്കിലും ഒരു സാധനം എടുത്തെറിഞ്ഞതോ അല്ലെങ്കിൽ അവരുടെ കൈകൾ തട്ടിയോ എങ്ങനെയാണ് ആവട്ടെ അവരുടെ കണ്ണുകൾ, എത്തി നോക്കുന്നവരുടെ കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കുകയും ചെയ്താൽ, ഫഖദ് ഹുദിറത് ഐനു, അവന്റെ ഐന് മുഹ്ദറാണ്. മുഹ്ദർ എന്ന് പറഞ്ഞാൽ അതിന്റെ മേൽ ഖിസാസോ ദിയത്തോ നടപ്പിലാക്കാൻ പാടില്ല. ശർഈന്റെ നിയമമനുസരിച്ച് ഒരാൾ മറ്റൊരാളുടെ കണ്ണ് പൊട്ടിച്ചാൽ പൊട്ടിച്ച വ്യക്തിയുടെ കണ്ണ് തിരിച്ചു പൊട്ടിക്കും. അതല്ലെങ്കിൽ അവിടെ ദിയത്ത് സ്വീകരിക്കും. എന്താണ് ദിയത്ത്? 2 കണ്ണാണ് പൊട്ടിച്ചതെങ്കിൽ 100 ഒട്ടകം കൊടുക്കണം. 1 കണ്ണാണ് പൊട്ടിച്ചതെങ്കിൽ 50 ഒട്ടകം കൊടുക്കണം. ഒരു കണ്ണ് ഒരു വ്യക്തിയുടെ നമ്മൾ പൊട്ടിച്ചാൽ അതിന് പകരം ശർഈന്റെ ദിയത്ത് ഒന്നുകിൽ ഖിസാസ് നടപ്പിലാക്കും, അതേപോലെ ഇയാളുടെ കണ്ണ് പൊട്ടിക്കും. അതല്ലെങ്കിൽ ആ വ്യക്തിക്ക് അതിന് പകരം 50 ഒട്ടകം നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കണ്ണിന്റെ വില അത്രമാത്രമുണ്ട്. ഒരു ശരീരത്തെ കൊന്നാൽ, ഒരു വ്യക്തിയെ കൊന്നാൽ അതിന്റെ ദിയത്ത് എത്രയാണ്? 100 ഒട്ടകമാണ്. അതുപോലെ 2 കണ്ണുകൾ നശിപ്പിച്ചാൽ 100 ഒട്ടകം നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മറ്റൊരാളുടെ വീട്ടിൽ എത്തി നോക്കിയതിന്റെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു സാധനം എടുത്ത് എറിഞ്ഞു, അത് ഈ വ്യക്തിയുടെ കണ്ണിൽ തട്ടി കണ്ണ് പൊട്ടിയാൽ
അവന്റെ ദം മുഹ്ദറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അവിടെ ദിയത്തുമില്ല, ഖിസാസുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ വീടുകളിൽ കയറി ചെല്ലുമ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിക്കേണ്ട തർബിയത്താണ്, നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് അങ്ങനെയാണ്. മക്കളെ കൂട്ടി ഉപ്പയുടെ സഹോദരന്റെ വീട്ടിലേക്ക് പോകുന്നു, സഹോദരിയുടെ വീട്ടിലേക്ക് പോകുന്നു, കയറി ചെല്ലലല്ല, മറിച്ച് അവിടെ ചെന്ന് ബെല്ലടിക്കുക, സലാം പറയുക, ഇനി ബെല്ലില്ലെങ്കിൽ സലാം പറയുക, അവരോട് അനുമതി ചോദിക്കുക, അതിനുശേഷം കയറാൻ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുക. ഇതാണ് അള്ളാഹുവിന്റെ അധ്യാപനം. വീട്ടിൽ കയറുമ്പോൾ, മറ്റുള്ളവരുടെ വീടുകളിലേക്ക് കയറുമ്പോൾ അവിടെ അനുവാദം ചോദിക്കണമെന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അധ്യാപനം. ബാക്കിയുള്ള വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് മഗ്രിബ് നിസ്കാര ശേഷം നമുക്ക് പൂർത്തീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അധ്യാപനങ്ങൾ നന്നായി മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും നല്ല ഒരു കുടുംബമായി, ഇസ്ലാം നിർദ്ദേശിക്കുന്ന കുടുംബമായി ജീവിക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇൻഷാ അല്ലാഹ് മഗ്രിബ് കഴിഞ്ഞ ഉടൻ നമുക്ക് ബാക്കി പൂർത്തീകരിക്കാം.